أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. صدق الله العلي العظيم. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും ആദരം നിറഞ്ഞ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന കാളികാവ് വാഫി ക്യാമ്പസ് അസിസ്റ്റൻറ്റ് ഡീൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അയ്യൂബ് വാഫി, CIC അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മുഹമ്മദ് അലി വാഫി, നമ്മോട് കീ റിമാർക്സ് നടത്തി സംസാരിക്കുന്ന ജൗഹർ കാവന്നൂർ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അജ്നാസ് വാഫി വൈത്തിരി, സുഹൈൽ വാഫി കാവന്നൂർ, കൺക്ലൂഡിംഗ് റിമാർക്സ് നടത്തുന്ന ഷമീം വാഫി, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, റിലീജിയൻ ആൻഡ് മോഡേണിറ്റി എന്ന വിഷയത്തിലുള്ള ഒരു വൺ ഡേ സിമ്പോസിയത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും നമ്മുടെ വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കാനുമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ, അതായത് ഇസ്ലാമിൻ്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ട ആളുകൾ അനിവാര്യമായും മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു ഐഡിയോളജി അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിലും അല്പം കൂടി ശ്രമകരമായ ഒരു ദൗത്യമാണ് ഒരു ഐഡിയോളജിയെ റെപ്രസെൻ്റ് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതത്തെ 21-ാം നൂറ്റാണ്ടിൽ പ്രതിനിധീകരിക്കണമെങ്കിൽ നമ്മൾ ഈ കാലത്തെക്കുറിച്ചും ഈ കാലം മുന്നോട്ട് വെക്കുന്ന ബോധ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ആധുനികതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്തതെന്ന് മനസ്സിലാകുകയും അതിനോട് എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് CIC ഈ ഒരു വിഷയത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഫാക്കൽറ്റിസിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സിമ്പോസിയം ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, മോഡേണിറ്റി എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഏതാണ്ട് എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്നൊരു ടേമാണ്. സാഹിത്യത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, തത്വചിന്തയിലും അതുപോലെ തന്നെ ആർട്ടിലും, അങ്ങനെ ഏകദേശം ഹ്യൂമൻ സയൻസുകളുടെ ബോധ്യമണ്ഡലങ്ങളിലൊക്കെ ഈ ഒരു ടേം നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്താണ് ആധുനികത, അത് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ അടിസ്ഥാന തിയറി എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് 16-ാം നൂറ്റാണ്ട് വരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും മധ്യകാലഘട്ടത്തിലൊക്കെ മതത്തിനായിരുന്നു ആധിപത്യം. ക്രിസ്ത്യൻ വേൾഡ്, അതായത് ചർച്ചും അതുപോലെ തന്നെ പോപ്പിൻ്റെയും ഒക്കെ ഡൊമിനൻസിലായിരുന്നു
മധ്യകാലത്ത് 16-ാം നൂറ്റാണ്ട് വരെയുള്ള ലോകത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത്. പോപ്പ് എന്ത് പറഞ്ഞോ, സഭ എന്ത് പറഞ്ഞോ, അതായിരുന്നു റിയാലിറ്റി, അതായിരുന്നു അന്തിമമായിട്ടുള്ള ട്രൂത്തായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒരു ബുദ്ധിപരമായ, യുക്തിപരമായ, ശാസ്ത്രീയമായിട്ടുള്ള വിചാരങ്ങളെക്കാൾ ബൈബിളിനെയും വിശ്വാസത്തെയും ഒക്കെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം പോപ്പിലും സഭയിലും അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് അതിനെതിരെയുള്ള ചില ചിന്താഗതികൾ മുന്നോട്ട് വന്നു. അത് രണ്ടർത്ഥത്തിലാണ് ഉണ്ടായത്. ഒന്ന്, മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായ റിവൈവലിസം അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു തജ്ദീദ്, ഒരു നവീകരണം. കാരണം പോപ്പും സഭയും അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന മനുഷ്യന്മാരെയൊക്കെ കുഫർ ആരോപിച്ചുകൊണ്ട് കൊന്നു കളയുന്നൊരു രീതിയാണ്. നമുക്കറിയാം, ഗലീലിയോ കൊല്ലപ്പെട്ട ചരിത്രം, ബ്രൂണോ കൊല്ലപ്പെട്ട ചരിത്രം, ഇങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകന്മാരും ഒക്കെ കൊല്ലപ്പെട്ടത് ആ ഒരു അവസ്ഥയിലാണ്. ഇതിനെതിരെയുള്ള മൂവ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ മതത്തെ, ബൈബിളിനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ചർച്ചിനും പോപ്പിനും മാത്രമല്ല എല്ലാവർക്കും വേണം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായത്. വേറൊരു തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ടായത് മൊത്തത്തിൽ ഈ ദൈവവിശ്വാസങ്ങൾക്ക് എതിരെ, ദൈവവിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ദൈവവിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. ശാസ്ത്ര വിചാരമാണ്, യുക്തി വിചാരമാണ് വേണ്ടത്, അല്ലാതെ മതകീയമായിട്ടുള്ള ആരാധനകളല്ല, മതകീയമായിട്ടുള്ള തത്വചിന്തകളും സംഹിതകളുമല്ല ലോകത്ത് ഉണ്ടാകേണ്ടത് എന്നൊരു ചിന്താഗതിയും ഉടലെടുത്തു. ഈ ചിന്താഗതികൾക്ക് ലോകത്തിന് പ്രാമുഖ്യം ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ ചിന്താധാരയുടെ ആളുകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ ആ ഒരു ചിന്തയ്ക്ക് ലോകവ്യാപകമായിട്ടുള്ള ഒരു സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമൊക്കെ ഉയർന്നു വന്ന ചിന്താധാരകൾ, അത് ഫിലോസഫിക്കലായിട്ടുള്ളതുണ്ട്, മതത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചിന്തകന്മാരുണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ട്. അവരൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒരു യുക്തിയും ശാസ്ത്രവുമാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മതവും മതബോധവുമൊക്കെ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ട് ചില ഉസൂലുകൾ ഉണ്ടാവും, അടിസ്ഥാനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ദൈവം, അപ്പോൾ അവർ ചോദിക്കുകയാണ്, സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരുകയാണ്, നമ്മൾ കാണാത്ത ദൈവത്തെ എന്തിന് പഠിച്ച് സമയം കളയണം? എന്തിന് കാണാത്ത ദൈവത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് സമയം കളയണം? ആത്മാവിനെക്കുറിച്ച് എന്തിന് ആകുലപ്പെടണം? മനുഷ്യ ശരീരമാണ് യാഥാർത്ഥ്യം, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സൈക്കോളജി ഉൾപ്പെടെയുള്ള ശാസ്ത്ര ശാഖകളുടെ ഡെഫിനിഷൻ പോലും നമുക്കറിയാം, അതിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഒരു കോൺഷ്യസിലേക്ക് കാര്യകാരണബന്ധം സഹിതം പഠിക്കാൻ കഴിയുന്നതേ റിയാലിറ്റി എന്ന അർത്ഥത്തിലേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ പരലോകം, എന്തിന് സ്വർഗത്തെക്കുറിച്ച് ആകുലതപ്പെടണം? പരലോകം, നരകം, സ്വർഗം എന്നൊക്കെ ആകുലപ്പെടുന്നതിലും നല്ലത് ഈ ഭൂമുഖത്ത് തന്നെ ഒരു സ്വർഗം സൃഷ്ടിക്കുക തുടങ്ങിയ വളരെ സ്വാഭാവികമായിട്ട് കേട്ടാൽ രസകരമായി തോന്നുന്ന അല്ലെങ്കിൽ കോമൺ മനുഷ്യനെ, സാധാരണ മനുഷ്യനെ ആകർഷിക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഈ ഒരു ചിന്താധാരകളൊക്കെ മുന്നോട്ട് വന്നത്. ഇവിടെ ഫ്രെഡറിക് നീഷയെ പോലെയുള്ള ചിന്തകന്മാരൊക്കെ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് ഓൺ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞ ഉസൂലുകളെ തന്നെ ചോദ്യം ചെയ്യുക. നമ്മൾ ചില ഉസൂലുകളുണ്ട്, മബാദികളുണ്ട്, ആ ഉസൂലുകളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചിന്താസരണി, ഒരു ചിന്താ രീതി ഫ്രെഡറിക് നീഷെ മുന്നോട്ട് വെച്ച് അതിൻ്റെ കുറച്ചുകൂടി എക്സ്പാൻഷൻ വേർഷനാണ് ഈ അടുത്ത 20-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ ഫൂക്കോയുടെ ചിന്തകൾ. ഇപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ലിബറലായിട്ടുള്ള യുക്തി വിചാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്താരീതികൾക്ക് ലോകത്ത് പ്രാമുഖ്യം നൽകുകയുണ്ടായി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലോകത്തുള്ള എല്ലാ നാഗരികതകൾക്കും അതിൻ്റെ ഒരു സ്വാധീനമുണ്ടായി. അങ്ങനെയാണ് സയൻസിൻ്റെ ഒക്കെ ഒരു അപ്രമാദിത്വം ലോകത്തുണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക്കാണ് എന്ന് പറയുന്ന ഒരു ഫാഷൻ, ഒരു അവസ്ഥാവിശേഷം ലോകത്തിന് സംജാതമായിട്ടുണ്ടായി. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് മോഡേണിറ്റി, ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന്, ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മോഡേണിറ്റി എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സാണ് കിട്ടുക. ഒരു കൃത്യമായിട്ടുള്ള രീതിയിലുള്ള
ഒരു നിർവചനമോ ഒരു ആഖ്യാന ശൈലിയോ അല്ല ചിന്തകന്മാരും അതുപോലെ തന്നെ ആ രംഗത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നത് യാൻ ഫ്രാങ്കോ ലിയോത്തോട് മുന്നോട്ട് വെക്കുന്ന മോഡേണിറ്റിയെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മോഡേണിറ്റി ഒരു മെറ്റാ നരേറ്റീവ് ഡിസ്കോഴ്സ് ആണ് എന്നാണ്. അദ്ദേഹം ഫ്രഞ്ച് ചിന്തകനാണ്, ഫ്രഞ്ച് എഴുത്തുകാരനും ചിന്തകനുമാണ്. അദ്ദേഹം മോഡേണിറ്റിയെക്കുറിച്ച് വിശദീകരിച്ചത് മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റാ നരേറ്റീവാണ്. എന്താണ് മെറ്റാ നരേറ്റീവ്? മെറ്റാ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊരു സോഴ്സിൽ നിന്ന് ലെജിറ്റിമസി ആവശ്യമില്ലാത്ത സ്വയം ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സ്. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ആശയത്തിന് ലെജിറ്റിമസി കിട്ടണമെങ്കിൽ വേറൊന്നുമായിട്ട് കൂട്ടി ചേർക്കും. ഇപ്പം മതം, ഇസ്ലാമും ശാസ്ത്രവും. നമ്മൾ ഇസ്ലാമും ശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിന് ഒരു ലെജിറ്റിമസി കിട്ടാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തോട് കൂട്ടിച്ചേർക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ ഇസ്ലാമിനെ ശാസ്ത്രത്തോട് കൂട്ടിച്ചേർക്കുക. അങ്ങനെ വേറെ അത് ഭഗവത്ഗീത ആണെങ്കിലും വേറെ സിഖ് പുരാണങ്ങളാണെങ്കിലും പുരാണവും ശാസ്ത്രവും അങ്ങനെയൊക്കെ ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടുന്നത് ഈ കൂട്ടിക്കെട്ടപ്പെടുന്ന വസ്തുതയ്ക്ക് ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലെജിറ്റിമസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോഡേണിറ്റി എന്ന് പറയുന്നത് സ്വയം ലെജിറ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ മോഡേൺ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ മതി. ഒരാൾ മോഡേൺ ആണെന്ന് പറഞ്ഞാൽ പഴഞ്ചനാണ്, ഈ പഴഞ്ചനാണെന്ന് ചോദിക്കും. പക്ഷെ മോഡേൺ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അംഗീകാരമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബോധ്യങ്ങൾ ലോകത്താകമാനം ഉണ്ടാകുക എന്നത് സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളും അതിൻ്റെ അജണ്ടകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സയൻസ് ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഒരു മെത്തേഡ് എന്നതിനപ്പുറത്ത്, ഒരു കാഴ്ചപ്പാട് എന്നതിനപ്പുറത്ത്, ഒരു വിജ്ഞാനം വിവരവും ലഭിക്കാനുള്ള ഒരു വേ ഓഫ് തിങ്കിങ് എന്നതിനൊക്കെ അപ്പുറത്ത്, മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് നോളജ് എന്നതിനപ്പുറത്ത് ശാസ്ത്രം തന്നെ, ഒരു ശാസ്ത്രീയത എന്നത് തന്നെ ഒരു ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് രോഗവും അസുഖങ്ങളും മരുന്നുകളൊക്കെ മനുഷ്യൻ ആരംഭിച്ച കാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള യുനാനി മെഡിസിന്, ആയുർവേദ മെഡിസിന്, ഹോമിയോ, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരാൾ ഒരു മരുന്ന്, കൊറോണ ആണെങ്കിലും കൊറോണക്കൊരു മരുന്ന്, എന്തെങ്കിലും ഒരു മരുന്ന്, ക്യാൻസറിനൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? അത് ശാസ്ത്രീയമാണോ എന്നാണ്, അല്ലേ? എന്തുകൊണ്ട് ഒരു ആയുർവേദീയമാണോ എന്ന് ചോദിക്കുന്നില്ല? അതാണ് സയൻസിൻ്റെ ലെജിറ്റിമസി എന്ന് പറയുന്നത്. സയൻസിന് മുമ്പ് ഒരുപാട് ജനറേഷൻസിൻ്റെ രോഗം പരിഗണിച്ചുകൊണ്ട് ചികിത്സിച്ചതാണ് ആയുർവേദം എന്ന ആ ഒരു ശാഖ, ഡിസിപ്ലിൻ. പക്ഷേ ആയുർവേദീയത എന്നത് ലെജിറ്റിമൈസ് ചെയ്യപ്പെടണമെങ്കിൽ കൂടി അതിന് ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിൽ ആധുനികത, അപ്പോൾ ആധുനിക ചിന്താധാരകൾ എല്ലാ കാഴ്ചപ്പാടുകളെയും എല്ലാ മതങ്ങളെയും സ്വാധീനിച്ചു. അപ്പം നമ്മളൊരു കാര്യം ചെയ്താൽ അത് ശാസ്ത്രീയമാണ്, ആധുനികമാണ് എന്ന് നമുക്കിങ്ങനെ വിളിച്ചു പറയേണ്ടി വരികയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപ്രേക്ഷ്യത്തിൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൽ എന്താണ് ആധുനികത മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന സവിശേഷതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ക്ലബ് ഹൗസ് പോലെയുള്ള, ഫേസ്ബുക്ക് പോലെയുള്ള, യൂട്യൂബിലൊക്കെ മതവിമർശനങ്ങളുണ്ട്. ഈ മതവിമർശനങ്ങൾ ഉയരുന്ന ഒരു ഫൗണ്ടേഷൻ, എന്ത് ഫൗണ്ടേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശിക്കുന്ന ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഉസൂല് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ കൗണ്ടർ, നമ്മൾ പി ജിയിലൊക്കെ റദ്ദ് ശുബഹത്ത് ഉണ്ട്, ആദ്യം ശുബഹത്തിൻ്റെ ഒരു അവസ്ഥ, അതിൻ്റെ വ്യൂ പോയിന്റ്, അതിൻ്റെ തലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ റദ്ദ്, കൗണ്ടർ നരേറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും ആ ദിശയിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹം, കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാവരും കൂടി മോഡേണിറ്റിയും ആധുനികതയും എല്ലാം പഠിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ്. ഇതിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ആ വിമർശനങ്ങളെ തന്നെ, ഇപ്പം നീഷയൊക്കെ ഉസൂലിനെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻസിനെ അറ്റാക്ക് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കിലും ചില ഉസൂലുകളും ചില മാനദണ്ഡങ്ങളും നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളും ഒക്കെ നമുക്കുണ്ടാക്കണമെങ്കിൽ എന്താണ് മോഡേണിറ്റി, അതിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ എന്ത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ സിമ്പോസിയം ഇവിടെ
അറേഞ്ച് ചെയ്തത്. നമ്മൾ ആമുഖമായി പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള ചില ആശയങ്ങളാണ്. പ്രത്യേകിച്ചും തിയറീസൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഒതൻറ്റിക് സോഴ്സിൽ നിന്ന് തന്നെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. സാധാരണ നമ്മൾ കഥയോ കവിതയോ വായിക്കുന്നത് പോലെ ഒരു തിയറി നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇത് ഇവിടെ പഠിച്ച ആളുകളൊക്കെ നമുക്ക് ഇന്ന് ഫാക്കൽറ്റികളായിട്ടുള്ള ലഭിച്ചവരൊക്കെ അവരൊക്കെ ഒരുപാട് സമയം വർഷങ്ങൾ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചതിന് ശേഷമാണ് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ അവർക്കൊരു അവഗാഹമുണ്ടായത്. എന്നതുപോലെ തന്നെ നിങ്ങൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിച്ചാലും ചിലപ്പോൾ ഒരു പാരഗ്രാഫ് പോലും നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ചില തിയറീസൊക്കെ ഉണ്ടാവും. അത് പ്രശ്നമാക്കേണ്ടതില്ല. ആവർത്തിച്ച് മനസ്സിലാക്കി ആക്റ്റീവ് തിങ്കിങ്, ക്രിറ്റിക്കൽ മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് ആക്റ്റീവായിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉസൂലുകൾ, ഇപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമി വിമർശനങ്ങൾ പലപ്പോഴും നമുക്കൊരു ട്രോളായി തോന്നാറുണ്ട്. ചില ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. എന്തുകൊണ്ടാണ്? ഇസ്ലാമിൻ്റെ ഉസൂൽ അവർ കൃത്യമായി മനസ്സിലാക്കാതെയാണ് ആ വിമർശനം. അതിൻ്റെ ടെർമിനോളജിയും അവരുപയോഗിക്കുന്ന ഭാഷയും അവർ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളുമൊക്കെ ചാനൽ ചർച്ചകളിലുമൊക്കെ നമുക്ക് അതിലൊരു അഭംഗി തോന്നാറുണ്ട്. എന്നതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി, അതൊക്കെ ഫണ്ടമെൻ്റലായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാതെ പഠിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന നമ്മളെ ഓപ്പോസിറ്റുള്ള ആളുകളും നമ്മുടെ സംസാരം കേട്ട് ചിരിക്കും. അങ്ങനെ ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് പണ്ഡിതോജ്വലമായിട്ടുള്ള രീതിയിൽ കാമ്പുള്ള വിമർശനങ്ങളും ഇടപെടലുകളും ഒക്കെ നമ്മൾ നടത്തണമെങ്കിൽ ഇത്തരം ചിന്തയും ആലോചനയൊക്കെ വേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു ആമുഖമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ വൺ ഡേ സിമ്പോസിയം. ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് മതം, മൗലികത, പ്രാമാണികത എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ്, നമ്മുടെ CSCയുടെ കോർഡിനേറ്റർ ഉസ്താദ് അല്പസമയത്തിനകം ഇവിടെ എത്തും. ഉസ്താദാണ് മതം, മൗലികത, പ്രാമാണികത എന്ന വിഷയം അവതരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ അയ്യൂബ് വാഫിയുടെ പൊളിറ്റിക്സ് ഓഫ് മോഡേണിറ്റി, തിയറീസ് ഓൺ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് എക്കോണമി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിലൊക്കെ പണ്ഡിതോജ്വലമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളുമുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് വാഫി. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ച് വെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർമേഷൻസ് ഓഫ് മോഡേൺ തിയോളജി, ഫിലോസഫി ആൻഡ് സയൻസ്, സയൻസിൻ്റെയും ഫിലോസഫിയുടെയും തിയോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഫോർമേഷൻ, അത് തീർച്ചയായിട്ടും നമ്മൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് അവതരിപ്പിച്ചുകൊണ്ട് അഹമ്മദ് സുഹൈൽ വാഫി നമ്മോട് സംസാരിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ബീയിങ് പോസ്റ്റ് മോഡേൺ, സോഷ്യോ കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ന്യൂ കണ്ടീഷൻ, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തോടുള്ള ഈ മോഡേണിറ്റിയോട് എങ്ങനെ ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യണം എന്ന വിഷയത്തിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ബഹുമാനപ്പെട്ട അജ്നാസ് വാഫി വൈത്തിരി മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കീ റിമാർക്സ് അവതരിപ്പിച്ചുകൊണ്ട് റൈറ്റ് സൊല്യൂഷൻ്റെ തുടങ്ങി ഈ രംഗത്ത് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജൗഹർ കാവന്നൂർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതുപോലെ തന്നെ കൺക്ലൂഡിംഗ് റിമാർക്ക് നടത്തി ബഹുമാനപ്പെട്ട അഹമ്മദ് ഷമീം വാഫിയും നമ്മോട് സംസാരിക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ ഇൻട്രാക്ഷൻസിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുമൊക്കെ ഉള്ള സമയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ സിമ്പോസിയം ഇവിടെ അറേഞ്ച് ചെയ്തത്. ഏതായാലും നമ്മുടെ ഈ ക്യാമ്പസിൽ നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വഫിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്നിച്ച് നടക്കുന്ന പ്രഥമ പ്രോഗ്രാമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികൾക്കുമൊക്കെ ചില സ്ഥല പരിമിതികളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വിജ്ഞാനത്തിൻ്റെ വഴിയിൽ വളരെ ആക്റ്റീവായിട്ട്, ഇതൊരു പാസീവായിട്ടുള്ള ലിസണിങ് ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഇതിലേക്ക് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പരിപാടി വിഷയാവതരണങ്ങളിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഇവിടെയുള്ള എല്ലാ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ രജിസ്റ്റർ ഔദ്യോഗികമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഓൺലൈൻ സംവിധാനത്തിലാണ് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോളേജിലേക്ക് മെസ്സേജ് പോകുന്ന ഒരു ആധുനികമായിട്ടുള്ള സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷവും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അത് അറ്റൻഡൻസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് 2 സെഷനും വൈകുന്നേരം വരെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കോളേജിലേക്ക് മെയിൽ ചെയ്ത് ലഭിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ പ്രസൻറ്റേഷൻ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യൂബ് വാഫി ഉസ്താദ് പൊളിറ്റിക്സ് ഓഫ് മോഡേണിറ്റി, തിയറീസ് ഓൺ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് എക്കോണമി എന്ന വിഷയത്തിൽ
അവതരിപ്പിക്കുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ പരിപാടിയിലെ ആദ്യത്തെ പ്രസൻറ്റേഷനാണ്. വിഷയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതേ സമയത്ത് നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും മോഡേണിറ്റിയുടെ എക്സ്പ്രഷൻസാണ്. ഈ മൈക്ക, ഈ ക്യാമറ, ബാക്ക് പോയിരിക്കൽ, എല്ലാം മോഡേണിറ്റിയുടെ വ്യത്യസ്ത എക്സ്പ്രഷൻസാണ്. കാരണം മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്ന, ബാക്കിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഫസ്റ്റ് പറയാം. മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ഇൻഡിവിജ്വലിസാണ്. തൊപ്പിയിടാം, ബാക്ക് പോയിരിക്കാം, തൊപ്പിയിടാതിരിക്കാം, നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഹിജാബ് ആവാം, ഹിജാബ് ആവാതിരിക്കാം. ഇതൊക്കെയാണ് ഇൻഡിവിജ്വലിസം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങാൻ കാരണം, തിയറി പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് ഭയങ്കര മടുപ്പായിരിക്കും. പക്ഷേ നമ്മൾ ഓരോ വിഷയം മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊരു തിയററ്റിക്കൽ ഫ്രെയിം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു തിയറി ബേസിലാണ് നമ്മളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നത്. മാത്തമാറ്റിക്സ് നമുക്ക് ഭയങ്കര ബോറിങ് സബ്ജക്റ്റാണ്. പക്ഷേ മാത്തമാറ്റിക്സ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ ചെറിയ മുട്ടായി വാങ്ങിക്കുന്നത് തൊട്ട് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്? ദർ ഇസ് എ മാത്തമാറ്റിക്സ് അല്ലേ? പക്ഷേ മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് 1ഉം 2ഉം ക്ലാസ്സിലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, കുറച്ചങ്ങോട്ട് മേലോട്ട് കയറിയാൽ. അതേപോലെ തിയറി നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ എല്ലാ ലിവ്ഡ് എക്സ്പീരിയൻസിലും ഒരു തിയററ്റിക്കൽ ബേസ് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഇന്നും മോഡേണിറ്റിയുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ രീതിയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പലതും ഇന്നും ട്രഡീഷണലാണ്. നമ്മുടെ അഫിലിയേഷൻസ്, നമ്മൾ ഇന്നും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലേ? സയൻസിന് പ്രിവിലേജ് നമ്മൾ കൊടുക്കാറില്ല. സയൻറ്റിസം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആളുകൾ എന്താണ് പറയുക? സയൻസാണ് അൾട്ടിമേറ്റ് ശരി. സയൻസ് കൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീമാണ്. ലോജിക്ക് കൊണ്ട് മാത്രമാണ്, മാത്തമാറ്റിക്കൽ റീസണിങ് കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ഇതിൻ്റെയൊക്കെ രസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആശയത്തിന് കൃത്യമായൊരു ബേസ് ഉണ്ട്, ഒരു സോളിഡ് ബേസ് ഉണ്ട്. ഈ പറയപ്പെട്ട ആൾക്കാർ നമ്മൾ തുടക്കം തൊട്ട് ഇതേ വരെയുള്ള മോഡേണിറ്റിയുടെ ഫിലോസഫേഴ്സിനെ മുഴുവൻ എടുത്തു നോക്കിയാൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയുണ്ട്. കാര്യങ്ങളൊന്നും സോളിഡല്ല. സോളിഡായ കാര്യങ്ങളൊക്കെ മെൽറ്റ്സ് ഇൻ ടു എയർ. കാറൽ മാക്സിൻ്റെ വളരെ ഫേമസ് ആയ ഒരു വർത്താനാണത്. കാറൽ മാക്സ് ബൈ ദ വേ നമ്മളൊക്കെ പറയാറുള്ളത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ ഒരു ആൻറ്റി റിലീജിയസ് ആയ ആളായിട്ടാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. പക്ഷേ മൂപ്പര് പറയുന്ന മതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് സത്യത്തിൽ അവർക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മതം എന്താണെന്ന്, അതായത് സോൾ ഓഫ് എ സോൾലെസ് വേൾഡ് എന്നാണ് മൂപ്പര് പറയുന്നത്. ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് മതം. നേരത്തെ അലി ഹുസൈൻ വാഫി സൂചിപ്പിച്ച പോലെ സയൻസിന് വല്ലാത്ത പ്രാധാന്യം കൊടുത്തപ്പോൾ, സയൻസാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് സത്യം നമുക്ക് പറഞ്ഞു തരേണ്ടത്, ചർച്ചല്ല, പോപ്പല്ല, മതമല്ല എന്ന് യൂറോപ്പിൽ നിന്ന് വായന വന്നപ്പോൾ സംഭവിച്ച വലിയ ഒരു വാക്വം എന്തായിരുന്നു? മനുഷ്യർക്കൊന്നും ഒരു പ്രതീക്ഷയില്ല. ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയുള്ളതാ? നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാ. എല്ലാം എന്താണ്? റോ മെറ്റീരിയൽസാണ്. നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും, കാശിന് വിൽക്കാൻ പറ്റും. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അയാൾ നമ്മളെ ചികിത്സിക്കുന്നത് കാശിന് വേണ്ടിയാണ്. അവിടെ മറ്റ് ഹ്യൂമൻ ടച്ചുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ എല്ലാ ബന്ധങ്ങളെയും
റെഡ്യൂസ് ചെയ്ത് റാഷണാലിറ്റിയിലേക്ക് ഒതുക്കിയപ്പോൾ ഇമോഷൻസ് ഇല്ല, മനുഷ്യബന്ധങ്ങളില്ല. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന എല്ലാം അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾ നേരത്തെ ക്ലബ് ഹൗസിനെ കുറിച്ച് സൂചിപ്പിച്ചു. ക്ലബ് ഹൗസിൽ പല ആളുകളും വന്ന് പറയുന്ന പലതും ഈ പറയുന്ന മോഡേണിറ്റിയുടെ വ്യത്യസ്ത എക്സ്പ്രഷൻസാണ്. ഫാമിലി ഇല്ല, മതബന്ധങ്ങളില്ല, അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധങ്ങളില്ല, എല്ലാം ഇൻഡിവിജ്വലിസാണ്. എനിക്കെന്താണോ തോന്നുന്നത് അത് എനിക്ക് ചെയ്യാൻ പറ്റും. അതാണ് മോഡേണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ വാല്യൂ. വ്യക്തികൾ എന്ന നിലക്ക് എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ എന്നെക്കുറിച്ച്, എൻ്റെ മതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്നെ ആലോചിക്കണമെന്നാണ്. ഇമ്മാനുവൽ കാന്റ് തൻ്റെ വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ആർട്ടിക്കിളിൽ ഭയങ്കര രസത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോൾ എന്താവും, മേജറായി മാറും. പക്ഷേ മതങ്ങൾ മനുഷ്യരെ, അല്ലെങ്കിൽ പല ഐഡിയോളജീസും മനുഷ്യരെ മൈനറായിട്ട്, ഒരു മൈനോറിറ്റിയായി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കും. അതിൽ നിന്ന് എന്നാണോ അവൻ മോചിതനാകുന്നത് അന്നാണ് അവന് എൻലൈറ്റൻമെൻറ്റ് കിട്ടുക എന്നാണ് അവർ പറയുന്നത്. മൈനറായി നിലനിൽക്കുന്ന, വയസ്സായിട്ടുണ്ടാകും, 50 വയസ്സ് 60 വയസ്സ് മരിച്ചു പോകുന്നത് വരെ മൈനറായി നിലനിൽക്കുന്നൊരു അവസ്ഥാവിശേഷം. ഇതാണ് സത്യത്തിൽ ഇവരൊക്കെ പറയുന്ന ഈ ട്രഡീഷണൽ വാല്യൂവിൽ നിലനിന്നുകൊണ്ട് മനുഷ്യന് കാര്യങ്ങൾ കണ്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം. അതിന് മൂപ്പര് പറയുന്ന ഒരേ ഒരു സൊല്യൂഷൻ ഫ്രീഡാണ്. എല്ലാ സ്ഥലത്തും ഫ്രീഡം. മതം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടത് ആരല്ല, മൂല്യരല്ല, മറിച്ച് ഞാൻ പഠിക്കണം. എന്നിട്ട് അതിലുള്ള ലോജിക്ക് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് അതിനെ ഞാൻ സ്വീകരിക്കേണ്ടത്. അതേസമയത്ത് മനുഷ്യരുടെ മൊത്തം ഫാക്കൽറ്റീസ് എടുത്തു നോക്കിയാൽ ലോജിക്ക് അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്, റാഷണാലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു എലമെൻറ്റ് മാത്രമാണ്, അല്ലേ? നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ ചെയ്ത കാര്യത്തിൽ റാഷണലി ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുക വളരെ കുറവായിരിക്കും. ഇറാഷണലായിട്ട് ചെയ്തത് ഒരുപാടുണ്ടാകും. ഇറാഷണലായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ ഫീലിങ്സിൻ്റെ ബേസിൽ ചെയ്തത് ഒരുപാടുണ്ടാകും. അപ്പോൾ സത്യത്തിൽ ഈ കാലഘട്ടം മുന്നോട്ട് വെച്ച ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ മുഴുവൻ തല്ലി തകർക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ബേസാണ് ഇതിന് ഉള്ളത് എന്ന് ഒരു പച്ച പരമാർത്ഥാണ്. അത് മുസ്ലിം ലോകത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് മാറ്ററാണ്. വെസ്റ്റിലാണ് ഈ മോഡേണിറ്റി രൂപപ്പെട്ടു വന്നത്. നേരത്തെ അലി ഹുസൈൻ വാഫി സൂചിപ്പിച്ചു, ഇറ്റലിയിലെ റെനേസൻസ് തൊട്ട് റിഫോർമേഷൻ, അതിനൊക്കെ ഒരു മുസ്ലിം കണക്ഷൻ ഉണ്ട്. ഇറ്റലിയിൽ തുടങ്ങുന്ന, സ്പെയിൻ ആ ഭാഗത്തുണ്ടായിരുന്ന 1300-400കളിൽ തുടങ്ങുന്ന ഈ റെനേസൻസിനെ അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫിയെ റിവൈവ് ചെയ്യുന്നതിൽ മുസ്ലിങ്ങൾക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു. കാരണം അന്നേ വരെ ഉണ്ടായിരുന്ന ആ ഫിലോസഫിക്കൽ തോട്ടുകളെ മുഴുവൻ വെസ്റ്റിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മുസ്ലിം ചിന്തകരായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഒരു അർത്ഥത്തിൽ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരുപാട് വലിയ വലിയ എഴുത്തുകാർ, ഷേക്സ്പിയർ, മിൽട്ടൺ അടക്കമുള്ള ഒരുപാട് വലിയ വലിയ എഴുത്തുകാരൊക്കെ ജീവിച്ച അതിൻ്റെ തൊട്ടടുത്ത കാലഘട്ടത്തിലും ഇതിൻ്റെ ഒരു വല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അന്ന് അറബികൾ മുസ്ലിങ്ങൾ എഴുതിയ ബുക്കിൽ നിന്നാണ് ഇവരും ഒരർത്ഥത്തിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടത്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുകയല്ല. നമ്മുടെ വിഷയം മോഡേണിറ്റിയാണ്. മോഡേണിറ്റി എങ്ങനെ വ്യക്തികളുടെ ജീവിതത്തെ, ഓരോ ദിവസത്തെയും ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ മോഡേണിറ്റിക്ക് വേറെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസ് മാറ്റി നിർത്തിക്കൊണ്ട് മോഡേണിറ്റിയുടെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ മൈക്ക് ഉപയോഗിക്കുക, ഈ മൊബൈൽ ഉപയോഗിക്കുക, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് മാനസികാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ മൊബൈൽ ഒരിക്കലും എൻ്റെ കയ്യിൽ 10,000 രൂപയ്ക്ക് കിട്ടൂല. എങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ പ്രൊഡക്ഷൻ രീതി ആയിരുന്നെങ്കിൽ. മാസ് പ്രൊഡക്ഷൻ എന്തിൻ്റെ ഭാഗമാണ്? മോഡേണിറ്റിയുടെ ഭാഗമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ മോഡേണിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കമ്പനി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണർ, അയാൾക്കൊരു ക്യാപിറ്റലിസ്റ്റ് മെൻറ്റാലിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് നമ്മുടെ കയ്യിൽ എത്തൂലായിരുന്നു. അപ്പോൾ ഈ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ക്യാപിറ്റലിസവും ഈ മോഡേണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട എക്സ്പ്രഷനാണ്. നാഷൻ സ്റ്റേറ്റ് പോലെ, ക്യാപിറ്റലിസം പോലെ ഈ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്തോ ഒരർത്ഥത്തിൽ നമ്മൾ ഇതിനോടൊന്നും കണക്റ്റഡ് അല്ല. അതേസമയത്ത് ഇതിൻ്റെ ഒക്കെ ഫലം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇതിൻ്റെ കാരണം വെസ്റ്റിന് നഷ്ടപ്പെട്ട മതം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. വെസ്റ്റിനൊരു പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും എൻലൈറ്റൻമെൻറ്റും അല്ലെങ്കിൽ ഈ മാസ് പ്രൊഡക്ഷനൊക്കെ സാധ്യമായിരുന്നെങ്കിൽ, വാല്യൂസ് നഷ്ടപ്പെടാതെ ഒരു മതവിശ്വാസത്തോടു കൂടെ ഇതൊക്കെ സാധ്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കാണുന്ന ഒരു
യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റ് ആവില്ല ഉണ്ടാവുക. ഇന്ന് നിങ്ങൾ നോക്കി, ഈ ഇൻഡിവിജ്വലിസത്തിൻ്റെ ഫലം അതെന്താണ്? ഫാമിലി ഇല്ല, ഫീലിങ്സ് ഇല്ല, കുടുംബ ബന്ധങ്ങളില്ല, എല്ലാം എനിക്ക് വ്യക്തി എന്നുള്ള നിലക്ക് എന്ത് തോന്നുന്നു അതാണ് എൻ്റെ മതം. അങ്ങനെ ആയിത്തീരുമ്പോൾ ഈ പറയപ്പെട്ട വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്ന് പുറത്ത് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റണില്ല. ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, നമ്മളെ മാക്സ് വെബർ പ്രശ്നവൽക്കരിച്ച വലിയൊരു ഉദാഹരണമുണ്ട്. ടോൾസ്റ്റോയ് ചോദിക്കുന്നുണ്ട്, എന്താണ് മീനിങ് ഓഫ് ലൈഫ്? സയൻസിന് എന്താ പറഞ്ഞുതരാൻ പറ്റുക മീനിങ് ഓഫ് ലൈഫ്? സയൻസിന് എന്ത് പറ്റും? നമ്മുടെ വാപ്പ ഹോസ്പിറ്റലിലാകുമ്പോൾ കൃത്യമായി അതിങ്ങനെ അവിടെ ഒരു ചിഹ്നം മേലോട്ടും താഴോട്ടും പോകണം, ഗ്രാഫ്, ഒരു ശബ്ദം ഉണ്ടാവും. അത് മാത്രമാണ് സയൻസിന് ഓഫർ ചെയ്യാനുള്ളത്. ഈ മനുഷ്യനെ വീട്ടിൽ നിന്ന് മരിപ്പിക്കണോ ഹോസ്പിറ്റലിൽ നിന്ന് മരിപ്പിക്കണോ, ഇയാൾക്ക് എന്തെങ്കിലും ലാസ്റ്റ് പറയാനുണ്ടാകുമോ എന്നുള്ള ചോദ്യമൊന്നും സയൻസിൻ്റെ കൺസേൺ അല്ല. ഇനി കൗണ്ടറിൽ പോയാലോ, അവിടെയും കൃത്യമായ മോഡേണിറ്റിയുടെ വേറൊരു എക്സ്പ്രഷൻ നമ്മൾ കാണുന്നുണ്ട്, ക്യാപിറ്റലിസം ആണ്. ഈ ഫാമിലി വരുന്ന ബാക്ക്ഗ്രൗണ്ട് അതവരുടെ കൺസേൺ അല്ല. അവരുടെ കയ്യിൽ കാശുണ്ടോ എന്നുള്ളത് അവരുടെ കൺസേൺ അല്ല. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ പോലും പരസ്യം പറ്റുമെന്നായി. ഈ പരസ്യവും ഈ പറയുന്ന പോലെ ഒരു മാസ് കൾച്ചർ മോഡേണിറ്റി നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മാസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ മാസ് മീഡിയയിലൂടെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന, നമ്മളൊക്കെ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ ഐഡിയാസ് രൂപപ്പെടുത്തുന്നതും ഒക്കെ വലിയൊരർത്ഥത്തിൽ ഈ മാസ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അത് എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ പോലും അറിയില്ല. നമ്മുടെ നാട്ടിൽ പല ഡ്രസ് കോഡുകളും വരുന്നത് ഈ പറയപ്പെട്ട മാസ് മീഡിയയുടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആളുകളെക്കുറിച്ചുള്ള ഇമാജിനേഷൻ വരുന്നത് ഈ പറയുന്ന മാസ് മീഡിയ, സിനിമ, നോവലുകൾ, ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റാണ്. പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ച് പറയാറുണ്ട്, മോഡേണിറ്റിയുടെ ഒരു വലിയ പ്രൊപ്പലൻ്റായിട്ട് അതിനെ കാണാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു നാട്ടിൽ, അത് തിരഞ്ഞു പിടിക്കുന്നതിന് പകരം ഒന്നായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങി. ഇന്നിപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായി. നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല, നമ്മളെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്തായി, എവിടെയുള്ള പുസ്തകം ഏത് ഉസ്താദിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും, ആരുടെയും തർബിയത്ത് സ്വീകരിക്കാൻ പറ്റും. അതൊക്കെ മോഡേണിറ്റി സാധ്യമാക്കുന്ന വലിയ പോസിബിലിറ്റീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മോഡേണിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിയറിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു തിയറി ഇല്ലാതെ, ഒരു തിയററ്റിക്കൽ ബേസും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, സിമ്പിൾട്ടന്മാരായിട്ട് ജീവിച്ച് മരിച്ചു പോകും. നമ്മൾ ഖുർആൻ മനസ്സിലാക്കുമ്പോഴും പ്രകൃതിയെ വായിക്കുമ്പോഴും ഈ പറയപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ട്, ദുർക്കയും പറഞ്ഞതും കാറൽ മാക്സ് പറഞ്ഞതും കാൾ പോപ്പർ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയത്, അല്ലെങ്കിൽ അവരുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്, അവർക്ക് എന്താ പറഞ്ഞു തരാനുള്ളത്? ഒരു സോൾലെസ് വേൾഡാണ് ഇതെന്ന് പറയുക മാത്രമാണോ സൊല്യൂഷൻ? എന്ത് പരിഹാരമാണ് അവർക്ക് പ്രപ്പോസ് ചെയ്യാനുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ മതത്തിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. മതത്തിനെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലോജിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയപ്പെട്ട ഒരു റാഷണാലിറ്റി, മാത്തമാറ്റിക്കൽ റാഷണാലിറ്റിയോ ലോജിക്കൽ റാഷണാലിറ്റിയോ അല്ലാത്ത നമ്മുടെ കോമൺ സെൻസിക്കലായ ഒരു ലോജിക്കുണ്ട്. ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു ലോജിക്കുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വളരെ വിശദമായി ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ മോഡേണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിൽ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പണൻസ് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറിത്തിങ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ ഒരു വലിയ തിയറിയാണ്. ഐൻസ്റ്റീൻ അതേപോലെ പറഞ്ഞത്, മോസ്റ്റ് ഇൻകോംപ്രിഹെൻസിബിൾ തിങ് അബൌട്ട് ദി വേൾഡ് ഈസ് ഇറ്റ് ഈസ് കോംപ്രിഹെൻസിബിൾ. ഈ ലോകത്തിനെല്ലാം നിയമങ്ങളുണ്ട്, കാര്യകാരണ സഹിത ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻകോംപ്രിഹെൻസിബിളായ ഒരു ഇഷ്യൂ. അതായത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഈ കാര്യകാരണ ബന്ധം എല്ലാം കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനിൽ ഇത് ഉണ്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം, ഉണ്ടാക്കി വെച്ച ആളെ സമ്മതിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഇതിങ്ങനായി എന്ന ചോദ്യം മോസ്റ്റ് ഇൻകോംപ്രിഹെൻസിബിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയുന്നത്. ഒരു ഭയങ്കര വർത്താനാണത്. നമ്മൾ മതമില്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ കുറേ തെറ്റിപ്പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർ പറയുന്നതല്ല ശരിയെന്ന ഒരു ആലോചന വരുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവർ തന്നെ പറയുന്ന വർത്താനങ്ങളിൽ, അവരുടെ പുസ്തകങ്ങളിൽ തന്നെ അവരുടെ ഐഡിയോളജിയെ അവർ തകർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ ആളുകളും ഡിസോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം മുമ്പേ വന്ന ആളുടെ ഐഡിയോളജിയാണ്. ഇതിനൊരിക്കലും എന്തില്ല, ഒരു കൊഹിറൻസ് ഇല്ല, ഒരു സോളിഡ് സ്വഭാവമില്ല. അതേസമയത്ത് മതങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇബ്രാഹിമി മതങ്ങളൊക്കെ പറയുന്നത് ഓരോ ആളുകളും പറഞ്ഞതിന് അടുത്തയാൾ അസേർട്ട് ചെയ്യാണ്, അതിന് അണ്ടർലൈൻ ചെയ്യാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു വായന നമ്മൾ നടത്തുന്ന സമയത്ത് മതം ഇല്ലാതെയാകുമെന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഒരുപാട് സൂപ്പർസ്റ്റിഷൻ്റെ കാലമായിരുന്നു, പിന്നെ മതത്തിൻ്റെ മെറ്റാഫിസിക്കൽ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, പിന്നെ സയൻസിൻ്റെ ആളുകൾ. നമ്മളിന്ന് പ്രത്യേകിച്ച് യൂറോപ്പിലെ കുറേ മുസ്ലിം പണ്ഡിതന്മാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം മോഡേണിറ്റിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മോഡേണിറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ സ്കോളേഴ്സിനെ ഫോളോ ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭയങ്കര രസമുള്ള വർത്തമാനങ്ങളാണ്. അവർ ഈ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളും കോളേജുകളും പ്രസൻറ്റേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള വളരെ സോബറായ മനുഷ്യന് സമാധാനം കിട്ടുന്ന വർത്തമാനങ്ങളാണ്. അതേസമയത്ത് മോഡേണിറ്റിയുടെ ഐഡിയോളോഗ്സ് പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഈ പറയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ദൈവത്തെ കൊന്ന നീച്ച എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്ന്, ഫെഡറിക് നീച്ച കേട്ടോ. അപ്പോൾ മൂപ്പര് പറയുന്നത് ദൈവം മരിച്ചുപോയി, ഇപ്പോൾ സൂപ്പർ ഹ്യൂമൻസ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ഭയങ്കര മനുഷ്യന്മാർ. ആ സൂപ്പർ ഹ്യൂമൻസിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം. എന്തിനാ നമ്മൾ ജീവിക്കുന്നു വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകൾ എടുത്തു നോക്കുമ്പോഴും കാറൽ മാക്സിന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് എല്ലാ അർത്ഥത്തിലും വാല്യൂസ് നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്ത് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ഐഡിയോളജി മതം മാത്രമെന്ന് മൂപ്പരും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ മതത്തെ തകർക്കണം. എന്തുകൊണ്ട്? മൂപ്പര് പറയുന്ന ഒരു കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആളുകളുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ പോകണം. സ്വന്തമായി ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഫ്രീഡം ആളുകൾക്ക് കൊടുക്കണം. അപ്പോൾ ഇത് പറഞ്ഞു വെച്ചിട്ട് ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് നമ്മളെന്ത് കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യക്കാരായാലും ചൈനീസ് ആളുകളായാലും, അതായത് ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് ഇവരൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ഇതിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ മുസ്ലിം ലോകത്ത് തന്നെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ 2-3 നൂറ്റാണ്ടിലെ മൂവ്മെൻറ്റുകളൊക്കെ നോക്കുക, എല്ലാം മോഡേണിറ്റിയോട് കണക്റ്റഡ് ആണ്. മോഡേണിറ്റിയോട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയാലും ഇഖ്വാനുൽ മുസ്ലിമീങ്ങളായാലും ഗുലൻ മൂവ്മെൻ്റ് ആയാലും ടർക്കിഷ് നാഷണലിസ്റ്റിക് മൂവ്മെൻ്റ് ആയാലും അറബ് നാഷണലിസ്റ്റ് ആയാലും ഒക്കെ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ് സത്യത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ സത്യത്തിൽ അതില്ലെന്ന് നമ്മൾ ആൾക്കാർ പലരും പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ട്. രണ്ടും രണ്ട് ഐഡിയയാണ്, രണ്ട് വേൾഡ് വ്യൂ ആണ്. ഈ വിഷയത്തിൽ ഈ പോസ്റ്റ് കൊളോണിയൽ തിയറി പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമാണ്. കാരണം മോഡേണിറ്റി മുന്നോട്ട് വന്ന മോഡേണിറ്റിയെ യൂറോപ്പ് കൂടുതൽ ഡെവലപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണെന്ത്? കോളണിവൽക്കരണം. നമ്മുടെ നാട്ടിലൊക്കെ അവരെത്തി. നമ്മുടെ നാട്ടിലെ പഴയ റെയിൽവേ സ്റ്റേഷനുകൾ മുഴുവൻ ഉണ്ടാക്കിയതാരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ മോഡേണിറ്റി വന്നത് ബ്രിട്ടീഷ് ഭരണത്തിലൂടെയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ മോഡേണിറ്റിയുടെ മറ്റൊരു എക്സ്പ്രഷനാണ് ഇന്നുള്ള മോദി ഗവൺമെൻറ്. അതിൻ്റെ വേറൊരു എക്സ്പ്രഷനായിരുന്നു ഇതിൻ്റെ മുമ്പുള്ള നെഹ്റുവിൻ്റെ സോഷ്യലിസം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മോഡേണിറ്റിയും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന തിയറികളും നമ്മൾ മനസ്സിലാക്കി ഓരോന്നിനെയും അതിൻ്റെ പൊസിഷനിൽ നിർത്തി കാര്യങ്ങളെ കാണാൻ, കാര്യങ്ങളെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തിയറി ഇതിൻ്റെ ഭാഗം ആയതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ എഡ്വാർഡ് സെയ്ദിൻ്റെ ഓറിയൻ്റലിസം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. മൂപ്പര് പറയുന്നത് വെസ്റ്റിനെ കുറിച്ചുള്ള ഇമേജ് ഉണ്ടാക്കുന്നത് ഈസ്റ്റിനെ മുന്നിൽ വെച്ചിട്ടാണ്. എപ്പോഴും മുന്നിലൊരു സാധനം വേണം. ക്രൈസ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രവാചകൻ ഉണ്ടാകുമ്പോൾ മാത്രമേ പിശാചിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ഓറിയൻ്റലിസം എന്ന ആശയം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ എന്താണ് വെസ്റ്റ് ചെയ്തത്, ഈ മോഡേണിസത്തിൻ്റെ ഭാഗമായി, മോഡേണിറ്റിയുടെ ഭാഗമായി വെസ്റ്റേൺ ചിന്തകർ ഈസ്റ്റിനോട് എന്ത് ചെയ്തു, മുസ്ലിം സംസ്കാരത്തോടും ചൈനീസ് സംസ്കാരത്തോടും ജാപ്പനീസ് സംസ്കാരത്തോടും എന്ത് ചെയ്തു, അതിനെ എങ്ങനെ പഠിച്ചു, അതിനെ എങ്ങനെ അവർ ഒബ്ജക്റ്റിഫൈ ചെയ്തു എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലും ഇതേപോലെ ഒരുപാട് വലിയ സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. ഹോമി ബാബ, അതേപോലെ ഗായത്രി സ്പിവാക് തുടങ്ങിയ ആളുകളൊക്കെ ഈ പോസ്റ്റ് കൊളോണിയൽ
തിയറികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരർത്ഥത്തിൽ മോഡേണിറ്റിയോടുള്ള ഒരുതരം റെസ്പോൺസായിരുന്നു. മോഡേണിറ്റി ഒന്ന് മാത്രമല്ല, ഒരു ലിനിയർ രൂപത്തിൽ പോകുന്ന ഒന്നല്ല, മറിച്ച് ഒരുപാട് മോഡേണിറ്റീസ് ഉണ്ട്. അതിനെ പല രീതിയിൽ വായിക്കാം എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ പിന്നോട്ട് പോയിട്ട് ആൻ്റണി ഗിഡൻസ് മുന്നോട്ട് വെക്കുന്ന നമ്മുടെ സ്റ്റേറ്റ്, എക്കോണമി, അതേപോലെ സൊസൈറ്റി, ഈ 3 വിഷയങ്ങളിലേക്ക് കുറച്ചുകൂടെ ചുരുക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ്. മോഡേണിറ്റിയെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അയാൾ പറയുന്നത് എ certain set of attitude towards the world, the idea of the world as open to transformation by human intervention. നമ്മൾ പറയുന്നത് എന്താ? അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ മൈക്ക് പൊന്തിക്കിടുന്നുണ്ടെങ്കിൽ എൻ്റെ കൈ അതിന് ഇപ്പോൾ പടച്ചോൻ കഴിവ് തരണം എന്നാണ് അല്ലേ, ഓരോ മൂവ്മെൻറ്റുകൾക്കും. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ അങ്ങനെ ഒരു ശക്തിയില്ല. ഇവിടെ കോസ് ആൻഡ് എഫക്റ്റ് നിലനിൽക്കുന്നുണ്ട്. കോസ്മോസ് ഈസ് ആൻഡ് വാസ് ആൻഡ് വിൽ ബി, അതാണ് അവർ പറയുന്നത്. ഈ കോസ്മോസ് ഉണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചം, അതുണ്ടായിരുന്നു, ഇപ്പം ഉണ്ട്, ഇനി ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പിന്നിൽ യാതൊരു ശക്തിയില്ല, ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതാണ്. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ മാറ്റാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്? മോഡേണിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ജീവിതം കഴിഞ്ഞാൽ വേറൊരു ജീവിതമുണ്ട്, അവിടെ ഒരു ഹിസാബ് കിതാബുണ്ട് എന്നൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോജിക്കലി നമുക്കത് കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ് സയൻറ്റിസം എന്ന് പറയുന്നത്. സയൻറ്റിസം എന്ന് പറഞ്ഞാൽ സയൻസ് അല്ല. സയൻസ് സത്യത്തിൽ എന്താണ്? നമ്മൾ കാര്യകാരണ സഹിതം കണ്ടെത്തുന്ന കാര്യമാണ്. അതേസമയത്ത് സയൻറ്റിസം എന്ന് പറയുന്ന ഒരു മതമാണ്. ഈ പറയപ്പെട്ട ഹ്യൂമൻ ഇൻ്റർവെൻഷനിലൂടെ കാര്യങ്ങൾ മാറ്റാൻ പറ്റും എന്ന് പറയുന്ന സമയത്ത് സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലിമിറ്റഡ് റോളേ ഉള്ളൂ. അതേസമയത്ത് സയൻറ്റിസം മുന്നോട്ട് വെക്കുന്ന ആളുകൾ പറയുന്നത് ലിമിറ്റഡ് റോളല്ല, മറിച്ച് ഇവിടെ മതം പറഞ്ഞ കാര്യങ്ങളൊക്കെ, മതത്തിൻ്റെ ആളുകൾ എന്തൊക്കെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ സയൻസ് തരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കാൻ പറ്റും, ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സയൻസ് കൊണ്ട് സാധിക്കുമെന്ന് സയൻറ്റിസത്തിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം 5 മിനിറ്റ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ഇതുവരെ കടക്കാത്ത മറ്റൊരു ഏരിയയാണ് നമ്മുടെ ക്യാഷ്. എല്ലാം ക്യാഷ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ക്യാഷിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അപ്പോൾ എ കോംപ്ലക്സ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് എ മാർക്കറ്റ് എക്കോണമി, മോഡേണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയുന്ന ഒരു ഏരിയയാണത്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെട്ട് വരിക, അത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും. ഇതാണ് മൊത്തം ലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കോണമിയാണ് എല്ലാം നിയന്ത്രിക്കുക. പിന്നെ അവിടെ ചില സമയത്തൊക്കെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ നടത്തും. ഈ നാഷൻ സ്റ്റേറ്റ് പോലും എന്താണ്? ഈ മോഡേണിറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മാർക്കറ്റ് എക്കോണമി, അതേപോലെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് തീരുമാനിക്കും. നിങ്ങളൊരു പ്രൊഡക്ഷൻ, ഇപ്പോൾ ഉള്ളിക്ക് വില 100 റുപ്യ, തക്കാളിക്ക് 100 റുപ്യ, ഇതാരാ തീരുമാനിക്കുന്നത്? ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല, മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. മാർക്കറ്റിൽ ഇതിൻ്റെ അവൈലബിലിറ്റി, സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇതിൽ ഇടപെടാൻ പാടില്ല എന്നാണ് ക്യാപിറ്റലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിബറലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് അതിൽ ഇടപെടാൻ പാടില്ല. കാരണം മനുഷ്യന്മാർ ഇതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, ബാക്കിയുള്ള ആളുകൾ മരിക്കുന്നത് എൻ്റെ കൺസേൺ ആവേണ്ടതില്ല. കാരണം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഫിലോസഫി ഇൻഡിവിജ്വലിസാണ്. ഞാൻ എന്ത് ആലോചിക്കുന്നു അതെനിക്ക് ചെയ്യാം. ഈ ലോകത്തെ ഇന്നത്തെ സമ്പത്ത് നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ സമ്പന്നരാരൊക്കെയാണ്? സുക്കർബർഗ്, ബിൽഗേറ്റ്സ് തുടങ്ങിയ ആൾക്കാരാണ് അല്ലേ? ഇതിനൊരു ഭയങ്കര സാധ്യതയുണ്ട്. പണ്ടൊന്നും രാജാക്കന്മാരാവാൻ എല്ലാവർക്കും ആലോചിക്കാൻ പറ്റില്ല. ഇന്ന് രാജാക്കന്മാരാവാൻ നിങ്ങൾക്കൊക്കെ ആലോചിക്കാം. സുക്കർബർഗ് ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്, വളരെ ഡിസ്റ്റൻ്റ് അല്ലാത്തൊരു പോസിബിലിറ്റി ഉണ്ട്. ബിൽഗേറ്റ്സ് ആവാൻ ഒരു ഡിസ്റ്റൻ്റ് അല്ലാത്ത പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണ്? ഇത് ലോകത്തെ മുഴുവൻ സമ്പത്തും ഒരു ഭാഗത്ത് കുന്നുകൂടുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് കുന്നുകൂടുമ്പോൾ ബാക്കി ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? ആളുകളൊക്കെ മരിച്ചു പോകുന്നു. നമ്മൾ ഡൽഹി, ബോംബെ പോലത്തെ വലിയ സിറ്റികളിലൊക്കെ പോയാൽ വലിയ എന്താ പറയുക, അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ആൾക്കാർ ഒന്നുമില്ലാതെ കടന്നുറങ്ങുന്നുണ്ടാവും. ഇതിൻ്റെ കാരണം ഈ അർത്ഥത്തിൽ ക്യാപിറ്റലിസമാണ്.
ഈ മാർക്കറ്റ് എക്കോണമിയാണ് ഈ പറയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നാഷൻ സ്റ്റേറ്റ്, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഈ നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് വലിയ ഇഷ്യൂ വന്നു അല്ലേ? ഒരു കാലത്ത് ഇവിടെ ഭൂമി മൊത്തത്തിൽ വിഭജിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ന് ലോകത്തിൽ ഒരു ഇഞ്ച് ഭൂമി പോലും, അതായത് ഇൻഹാബിറ്റബിളായ ഒരു ഭൂമിയുടെ ഒരു ഭാഗത്തും നമുക്ക് നാഷൻ സ്റ്റേറ്റിൻ്റെ ഭാഗമല്ലാതെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. മുന്നേ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയാം, അന്ന് ഇന്ത്യക്ക് മൊത്തത്തിൽ അവിടെ ഒന്നും കൺട്രോൾ ഇല്ല. ഒരുപാട് ഏരിയകൾ എന്തായിരുന്നു, ആരും കൺട്രോൾ ചെയ്യപ്പെടാതെ കിടക്കുകയായിരുന്നു. പിന്നെ നാഷൻ സ്റ്റേറ്റ് ആയപ്പോൾ കൃത്യമായ ബൗണ്ടറികളും മിലിറ്ററികളും അവിടെ ഹയറാർക്കികളൊക്കെ വന്നു. ഇതൊക്കെ മോഡേണിറ്റി കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതിലൊരുപാട് ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ കുവൈത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരുപാട് ബിദൂൻസ് ഉണ്ട്. ബിദൂൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടില്ലാത്ത ആളുകളെന്നാണ്. ബിദൂനി വതന്നോ എന്താ വെച്ചാൽ വെക്കാം. ബിദൂൻ ബദവികളല്ല, ബിദൂൻ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവിടുത്തെ ഒരു വലിയ ഇഷ്യൂ ആണ്. ഇസ്രായേലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ എന്തുണ്ട്, അവിടുത്തെ അറബികൾ, അവർക്ക് ആ സ്റ്റേറ്റിനോട് യാതൊരു നിലക്കുള്ള അഫിലിയേഷനും തോന്നുന്നില്ല. അപ്പോൾ ഈ നാഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കിയത് വളരെ കൃത്രിമമായ ബൗണ്ടറികൾ വെച്ച് നാഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ മോഡേണിറ്റിക്ക് വലിയ റോളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിൽ പറയാൻ ശ്രമിക്കുന്നത് മോഡേണിറ്റിയുടെ സാധ്യതകളും അതിൻ്റെ ഫ്ലോപ്പ് സൈഡും, അല്ലെങ്കിൽ അതിൻ്റെ അഗണീസ്, അതിൻ്റെ ഡിസ്കണ്ടൻറ്റുകൾ, ഇതാണ്. മോഡേണിറ്റിക്ക് വലിയ സാധ്യതകളുണ്ട്, അതേപോലെ തന്നെ അതിനൊരു ഫ്ലോപ്പ് സൈഡും ഉണ്ട്. അതിൻ്റെ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങളുണ്ട്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഇല്ലാതെ ഒരു പോസിറ്റീവ് രീതിയിൽ മോഡേണിറ്റിയെയും അതിൻ്റെ പ്രൊഡക്റ്റുകളെയും അതിൻ്റെ സാധ്യതകളെയും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ എന്താ പറയുക നല്ലതിന് വേണ്ടി ഉപയോഗിക്കാനും നമുക്ക് പറ്റണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അപ്പോൾ അയ്യൂബ് ഉസ്താദ് മുന്നോട്ട് വെച്ചത് മോഡേണിറ്റിയെ പ്രശ്നവൽക്കരിക്കുന്നതോടുകൂടി തന്നെ മോഡേണിറ്റിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ട് വേണം മോഡേണിറ്റിയെ പുതിയ ലോകത്ത് കൈകാര്യം ചെയ്യാൻ എന്നൊരു ആശയമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്തൊരു പ്രസൻറ്റേഷൻ ഉള്ളത് ഫോർമേഷൻസ് ഓഫ് മോഡേൺ തിയോളജി, ഫിലോസഫി ആൻഡ് സയൻസ്. അവതരിപ്പിക്കുന്നത് സുഹൈൽ വാഫി കാവന്നൂർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിനില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുവന്ദരായ ഹക്കീം ഉസ്താദ് അടക്കം ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി ശ്രോതാക്കളെ, രണ്ട് വിഷയാവതരണങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നേരത്തെ ഫസ്റ്റ് പ്രസൻറ്റേഷനായി നിശ്ചയിച്ചിരുന്ന വളരെ ബേസായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്, കുറച്ചുകൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് എൻ്റേത്. ഇവിടെ നമ്മൾ മോഡേണിറ്റിയാണ് പഠിക്കുന്നത്. ആമുഖമായി മനുഷ്യ സമൂഹമെന്ന നിലക്ക്, അതല്ലെങ്കിൽ മതവിശ്വാസികൾ എന്ന നിലക്ക് ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, പല ചോദ്യങ്ങളും പ്രതിസന്ധികളും വളരെ ഡീപ്പായിട്ടുള്ള, വളരെ ഫൗണ്ടേഷണലായിട്ടുള്ള, വളരെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു അടിസ്ഥാന പ്രശ്നത്തിൻ്റെ എക്സ്പ്രഷൻസ്, നേരത്തെ
അയ്യൂബ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഔട്ടർ എക്സ്പ്രഷൻസ്, ഔട്ടർ മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ആ ഒരു അടിസ്ഥാന പ്രശ്നമാണ് മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേൺ വേൾഡ് വ്യൂ അല്ലെങ്കിൽ മോഡേണിസം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അതൊരു പോസിബിലിറ്റി കൂടിയാണ് എന്ന് നേരത്തെ അയ്യൂബ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ വാട്ട് ഈസ് മോഡേണിറ്റി? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി മോഡേൺ? എന്താണ് മോഡേണിറ്റി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് മോഡേണിറ്റി എന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ പോസിബിലിറ്റികളാണ്, അതല്ലെങ്കിൽ കണ്ടംപറേനിറ്റി സമകാലികതയാണ്, അതല്ലെങ്കിൽ ടു ബി മോഡേൺ മീൻസ് ടു ബി പ്രസൻറ്റ് ഹിയർ റൈറ്റ് നൗ, ഈ ഒരു അവസരത്തിൽ ഇവിടെ പ്രസൻ്റ് ആവുക, ഇവിടെ ജീവിക്കുക എന്ന വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള, നാമൊക്കെ പലപ്പോഴും വളരെ നിഷ്കളങ്കമായി വിചാരിക്കുന്ന ആ ഒരു മോഡേണിറ്റി എന്ന അർത്ഥതലത്തിൽ നിന്നും മാറി അതിനപ്പുറം മോഡേണിറ്റി എന്നത്, മോഡേണിസം എന്നത് ഒരു ലോകവീക്ഷണമാണ്, ഒരു വേൾഡ് വ്യൂ ആണ് എന്ന തലത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് എ വേൾഡ് വ്യൂ, ഒരു ലോകവീക്ഷണം എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. A worldview is some set of assumptions that we hold to be true about the world. ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ശരിയാണെന്ന് ധരിച്ചു വച്ച എ സെറ്റ് ഓഫ് അസംഷൻസ്, ചില ധാരണകളാണ് വേൾഡ് വ്യൂ എന്നുള്ളത്. നാമൊക്കെ ഭാഷയിലൂടെ സംസാരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മൾ വായ തുറന്നാൽ വാക്കുകളായി ഭാഷ പുറത്തേക്ക് വരുന്നത് പോലെ, നമ്മൾ ഈ ഔട്ടർ വേൾഡിനെ നമ്മുടെ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ നാം അത് നോക്കുന്നത് വളരെ ഒബ്ജക്റ്റീവായിക്കൊണ്ടല്ല, മറിച്ച് എ സെറ്റ് ഓഫ് ലെൻസസ്, ഒരു വേൾഡ് വ്യൂ, ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനകത്തുകൂടെയാണ് നമ്മൾ ഈ ലോകത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേൾഡ് വ്യൂയെ ഒന്നുകൂടി വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ അതിൻ്റെ വളരെ എസെൻഷ്യലായിട്ടുള്ള ചില കമ്പോണൻസിനെ കൂടി പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വേൾഡ് വ്യൂ യഥാർത്ഥത്തിൽ ചില ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആണ്, ചില അടിസ്ഥാന ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫിലോസഫിക്കൽ ഫാൻസി ജാർഗൺ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അതിന് എസെൻഷ്യലായുള്ള ചില കമ്പോണൻസുകളുണ്ട്. പ്രഥമമായി ഓണ്ടോളജി, വാട്ട് എക്സിസ്റ്റ്, വാട്ട് ഡസിൻ്റ് എക്സിസ്റ്റ്, ഡസ് ഗോഡ് എക്സിസ്റ്റ്, ഡസ് സോൾ എക്സിസ്റ്റ്. എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു, എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ദൈവമുണ്ടോ, ഒരു സോളുണ്ടോ എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ബീയിങ് ആസ് ബീയിങ്, മിൻ ഹൈത്തു ഹുവ ഹുവ എന്ന് നാം മന്ദിക്കിൻ്റെ ടെർമിനോളജിയിൽ പറയുന്ന ആ ഒരു സത്തയാണ് ഓണ്ടോളജി എന്നുള്ളത്. അതിൻ്റെ താഴേക്കിറങ്ങി എപ്പിസ്റ്റമോളജി, വാട്ട് ഈസ് നോളേജ്, ഹൗ ഡു വി നോ, വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് നോളേജ്, എന്താണ് അറിവ്, എങ്ങനെ നാം അറിയും, എന്തൊക്കെയാണ് അറിവിൻ്റെ സ്രോതസ്സുകൾ എന്ന എപ്പിസ്റ്റമോളജി. അതിന് താഴെ ആന്ത്രോപോളജി, വാട്ട് ആൻഡ് ഹൂ ഈസ് മെൻ, വേർ ഡസ് വി കം ഫ്രം, വേർ ഡസ് വി ഗോ, ആരാണ്, മനുഷ്യൻ്റെ സത്ത എന്താണ്, മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ടിലിയോളജി, മനുഷ്യന് ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടോ, പർപ്പസ് ഉണ്ടോ, അതോ അവൻ സ്വയം മീനിങ് കണ്ടെത്തി അത് പ്രൊജക്റ്റ് ചെയ്യുകയാണോ,
മൊറാലിറ്റി ആൻഡ് എത്തിക്സ്, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, എന്താണ് ശരി എന്താണ് തെറ്റ്, വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് മോറൽ നോളജ്, ശരി തെറ്റുകളുടെ അറിവ് ലഭിക്കുന്നത് എവിടെ നിന്ന്, അതുപോലെ ലോ ആൻഡ് പൊളിറ്റിക്സ്, എന്താണ് വാലിഡ് ലോ, എന്താണ് ആ വാലിഡ് ലോ നടപ്പിലാക്കേണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗവേണൻസ് മെത്തേഡ് ഏതാണ് എന്ന് തുടങ്ങി എസ്തെറ്റിക്സ്, എക്കണോമിക് റിലേഷൻസ് തുടങ്ങി ഒരുപാട് കാറ്റഗറികളായിട്ട് നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം നൽകുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു സിസ്റ്റം ആണ് ഒരു വേൾഡ് വ്യൂ എന്നുള്ളത്. നമുക്കറിയാം, ഇസ്ലാം ഈ പറഞ്ഞ ഈ നിരത്തിയ മുഴുവൻ ചോദ്യങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരമുള്ള ഒരു ലോകവീക്ഷണമാണ്. അതുപോലെ തന്നെയാണ് മോഡേണിറ്റിയും. അങ്ങനെ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് മോഡേണിറ്റി ഒരു ലോകവീക്ഷണമാണ് എന്ന പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മോഡേണിറ്റിയെ വായിക്കുമ്പോൾ മോഡേൺ തിങ്കിങ്, ഈ മോഡേൺ ഫ്രെയിംവർക്ക് എവിടെ നിന്ന് വന്നു, ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ, എങ്ങനെ നമ്മൾ ഇവിടെ എത്തി, വാട്ട് ആർ ദി ഒറിജിൻസ് ഓഫ് മോഡേണിറ്റി, മോഡേണിറ്റിയുടെ ഒറിജിൻ എവിടെയാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മുടെ ഈ ഒരു തിങ്കിങ്ങിനെ ഗൈഡ് ചെയ്യുന്ന, നമ്മുടെ തിങ്കിങ്ങിനെ ഫോം ചെയ്യുന്ന ഒരു എൻറ്റിറ്റിക്കല്ലാതെ, ഒരു ഇവൻറ്റിനല്ലാതെ മോഡേണിറ്റിയുടെ ഒറിജിൻ കൺവിൻസ് ചെയ്യാനുള്ള പര്യാപ്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ മോഡേണിറ്റി എന്ന ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ഒറിജിനിനെ കുറിച്ച് നമ്മൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെ പഠിച്ചു വന്ന റിഫോർമേഷൻസ്, റിനൈസൻസ്, എൻലൈറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ മോഡേണിറ്റി ഒരു ലോകവീക്ഷണമാണ് എന്ന ആ വളരെ കോംപ്രിഹെൻസീവായ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവക്കൊന്നും മോഡേണിറ്റിയുടെ ഒറിജിനിനെ വ്യക്തമാക്കുവാൻ സാധ്യമാകില്ല എന്നുള്ള ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നാണ് ഈ മോഡേണിറ്റിയെ രൂപപ്പെടുത്തിയ ചിന്ത എന്താണ് എന്ന ചോദ്യം ഉത്ഭവിക്കുന്നത്. 20-ാം നൂറ്റാണ്ട് കണ്ട വളരെ വിഖ്യാതനായിട്ടുള്ള തത്വചിന്തകനായ മാർട്ടിൻ ഹൈഡഗർ പറയുന്നുണ്ട്, ദ ഹ്യൂമൻ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആർ പ്രൊപ്പൽഡ് ആൻഡ് ഗൈഡഡ് ബൈ ദി എക്സ്പീരിയൻസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ബൈ ദി എക്സ്പീരിയൻസ് ഓഫ് എ പ്രൊഫൗണ്ട് അപ്പോറിയ which calls into question the very nature and meaning of everything, including the very existence of the questioner himself. മനുഷ്യൻ്റെ പ്രവൃത്തിയെയും ചിന്തയെയും രൂപപ്പെടുത്തുന്നത്, അതിനെ ഗൈഡ് ചെയ്യുന്നത് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആ ക്വസ്റ്റ്യനെ സ്വയം ചോദിക്കുമ്പോഴാണ്. അത് തന്നെ നിലവിലുള്ള മുഴുവൻ വ്യവസ്ഥകളെയും, മുഴുവൻ നാച്ചുറുകളെയും അതിൻ്റെ മീനിങ്ങളെയും ചോദ്യം ചെയ്യുന്ന, അതിനെയൊക്കെ നിരമ്പലിശാക്കുന്ന ഒരു പ്രൊഫൗണ്ട് അപ്പോറിയ, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, ഒരു ക്രൈസിസ് ഓഫ് മീനിങ് സംഭവിക്കുമ്പോഴാണ് എന്ന് മാർട്ടിൻ ഹൈഡഗർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോഡേണിറ്റിയുടെ ഒറിജിൻ, അതിന് നിദാനമായ ചിന്ത എവിടെ ഉത്ഭവിച്ചു എന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം തേടി നമ്മൾ ചെന്നെത്തുന്നത് 14-ാം നൂറ്റാണ്ടിലെ മിഡീവൽ യൂറോപ്പിലാണ്. മിഡീവൽ യൂറോപ്പിൽ തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ സെമിനാരികളിൽ, അവിടുത്തെ മതകീയ പരിസരത്താണ് നാം എത്തിച്ചേരുന്നത്. അന്ന് അവിടെ ക്രിസ്ത്യൻ സെമിനാരികളിൽ നടന്ന ഒരു ഡിബേറ്റ്, ആ ഡിബേറ്റ് തന്നെ യൂണിവേഴ്സൽസിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിബേറ്റ്. എന്താണ് യൂണിവേഴ്സൽസ്? നമ്മൾ മന്ദിക്കിൻ്റെ ടെർമിനോളജി ഉപയോഗിച്ച് പറയുകയാണ് അൽ കുല്ലിയാത്ത് അത്തൊബിയാത്ത്. യൂണിവേഴ്സൽസ് നമ്മൾ ഈ കാണുന്നതൊക്കെ പെർട്ടിക്കുലേഴ്സാണ്. ഈ ഒരു ചെയർ, ഇവിടെ കാണുന്ന മുഴുവൻ ചെയറുകളും പെർട്ടിക്കുലേഴ്സാണ്. പക്ഷേ
ഈ ചെയറുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന, ഈ ചെയറുകളെയൊക്കെ യൂണിഫൈ ചെയ്യുന്ന ഒരു ചെയർനെസ് എന്നൊരു സംഭവം, അതിൻ്റെ എസൻസ്, അതിൻ്റെ മാഹിയത്ത് എന്ന സംഭവം, അതാണ് യൂണിവേഴ്സൽസ് എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുവാൻ പറ്റുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്നുകൂടി മനസ്സിലാക്കുവാൻ എളുപ്പത്തിൽ, നമ്മൾ കാണുന്ന വസ്തുക്കളുടെയൊക്കെ ക്വാളിറ്റീസ്, നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ ഈ ചെയർ വെള്ളയാണെങ്കിൽ ഇതിൻ്റെ വൈറ്റ്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് തുടങ്ങി ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ യൂണിവേഴ്സൽസ് ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽസ് ഉണ്ടോ ഇല്ലേ എന്ന ഒരു ഡിബേറ്റ്, ഈ ഡിബേറ്റ് നടക്കുന്നത് 14-ാം നൂറ്റാണ്ടിലെ ലേറ്റ് മിഡീവൽ യൂറോപ്പിലെ ക്രിസ്ത്യൻ തിയോളജിക്കൽ പരിസരത്താണ്. ഈ ഒരു ഡിബേറ്റ്, ഈ ഒരു ചർച്ചയുടെ രണ്ട് എൻഡുകളിലുള്ളത്, ഒന്ന് റിയലിസ്റ്റുകൾ, ഒന്ന് നോമിനലിസ്റ്റുകൾ. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ മൊഡേണിറ്റിയെ ചർച്ച ചെയ്യുന്നത് പോലെ അന്ന് മിഡീവൽ യൂറോപ്പിലെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ എന്നുള്ളത് ക്രിസ്ത്യൻ സ്കൊളാസ്റ്റിസിസം ആയിരുന്നു. സ്കൊളാസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ, അന്ന് ക്രിസ്ത്യാനിറ്റി, നേരത്തെ അയ്യൂബ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, ക്രുസൈഡ്സ് ഉണ്ടാകുന്നു, കുരിശുദ്ധമുണ്ടാകുന്നു, ക്രിസ്ത്യൻസ് പരാജയപ്പെടുന്നു. അന്ന് റോമിലുണ്ടായിരുന്ന പല ക്രിസ്ത്യൻ പാതിരിമാരും അറബിക് ലിറ്ററേച്ചറുമായി, അറബിക് ട്രാൻസ്ലേഷൻ, ഗ്രീക്ക് വർക്കുകളുടെ അറബിക് ട്രാൻസ്ലേഷൻസുമായി ബന്ധപ്പെട്ടിരുന്ന അന്നത്തെ പാതിരിമാർ ഒരുപാട് വർക്കുകളുമായി യൂറോപ്പിലേക്ക് വരികയും അങ്ങനെ അവർ ഫിലോസഫിയെയും അതുപോലെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തിയോളജിയുമൊക്കെ പരിചയപ്പെട്ടുവെന്ന് തുടങ്ങിയപ്പോൾ, നമ്മൾ ഇസ്ലാമിക് വേൾഡിൽ അഷ്അരീസത്തെ പരിചയപ്പെടുത്തുന്നത് പോലെ ഈ ഒരു ഗ്രീക്ക് ഫിലോസഫിയെയും അതുപോലെ ക്രിസ്ത്യൻ ഫെയ്ത്തിനെയും സിങ്ക്രോണൈസ് ചെയ്ത, അതിനെ സിന്തസൈസ് ചെയ്ത, പ്രമാണത്തെയും യുക്തിയെയും സമന്വയിപ്പിച്ച് തയ്യാറാക്കിയ ഒരു തിയോളജി, ഒരു അഖീദ, ക്രിസ്ത്യൻ അഖീദയാണ് സ്കൊളാസ്റ്റിസിസം. ഈ സ്കൊളാസ്റ്റിക്കുകൾ പ്രഥമമായും റിയലിസ്റ്റുകളായിരുന്നു. റിയലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, എന്ന് വാദിക്കുന്നവർ. ഈ റിയലിസ്റ്റുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. പ്ലട്ടോണിക് റിയലിസ്റ്റുകളുണ്ട്, അരിസ്റ്റോട്ടിലിയൻ റിയലിസ്റ്റുകളുണ്ട്. പ്ലട്ടോണിക് റിയലിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു യൂണിവേഴ്സൽസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് എക്സ്ട്രാമെൻ്റലായിക്കൊണ്ട് നമ്മളെ മൈൻഡിനപ്പുറത്ത്, മൈൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ഒരു എൻറ്റിറ്റി ആയിട്ട്, അതൊരു പ്ലാറ്റോണിക് തേർഡ് റെൽമിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്ലാറ്റോണിക് റിയലിസത്തിൻ്റെ വാദം. അരിസ്റ്റോട്ടിലിയൻ റിയലിസം പറയുന്നത് യൂണിവേഴ്സൽസ് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അത് മൈൻഡ് ഡിപ്പെൻഡൻ്റ് ആണ്. അത് ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു യൂണിവേഴ്സൽ എസൻസിൻ്റെ ഒരു മൊമെൻ്റ്, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ്, ഈ ഒരു ചെയർ, ഈ ചെയറിൽ മാത്രമാണ്, ഈ ഓരോ ചെയറിലും നിലനിൽക്കുന്നതാണ് യൂണിവേഴ്സൽസ് എന്നാണ് അരിസ്റ്റോട്ടിലിയൻ റിയലിസ്റ്റുകൾ വാദിച്ചത്. അപ്പോൾ ഈ ഒരു ചർച്ച, ഇത് രണ്ടും ക്രിസ്ത്യൻ റിയലിസമാണ്. ഇത് നമ്മുടെ അഖീദയിലൊക്കെ നടക്കുന്ന പോലെയുള്ള ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഡിബേറ്റാണ്. ഈ ഒരു ഡിബേറ്റിൽ അരിസ്റ്റോട്ടീലിയൻ റിയലിസമാണോ അതോ പ്ലറ്റോണിക് റിയലിസമാണോ ബെറ്റർ എന്നുള്ള ഒരു ചർച്ച കാലങ്ങളായിട്ട് ഒരു ടെൻഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് വില്യം ഓഫ് ഓക്കം എന്ന നോമിനലിസത്തെ പരിചയപ്പെടുത്തുന്ന, അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് നോമിനിസ്റ്റുകളുണ്ട്, അബറാൾഡിനെ പോലെയുള്ള. പക്ഷേ അദ്ദേഹമാണ് അതിന് വളരെ അസേർട്ടീവായിട്ട് ഈ ചർച്ചയിൽ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അദ്ദേഹം ഈ ഒരു കോണ്ടസ്റ്റിലേക്ക് കടന്നു വരികയും ഇങ്ങനെ യൂണിവേഴ്സൽസ് എന്ന ഒരു സംഭവം ഇല്ല, അത് നമ്മുടെ ഒരു വെർബൽ കൺസ്ട്രക്റ്റാണ്, അത് ഒരു ഫിക്ഷനാണ്,
അത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു കൺവെൻഷനാണ്, അതൊരു സൗകര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ് ഓൺലി വാട്ട് വി കാൾ ഇറ്റ് ഈസ്. അതല്ല, പക്ഷേ അതിനെ നമ്മൾ വിളിക്കുന്ന ആ പേര് മാത്രമാണ് അത് എന്ന് പറയുന്നു. ഇതിന് ഈ ഒരു നോമിനലിസ്റ്റ് അപ്രോച്ചിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ തിയോളജിക്കൽ ഡിബേറ്റിൽ നമ്മൾ സമാനമായിട്ടുള്ള പാരലലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഇവിടെ യൂണിവേഴ്സൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒംനിപൊട്ടൻസിനെ, സർവശക്തിയെ, അതുമായിട്ടൊരു കോൺട്രാഡിക്ഷൻ വരുന്നു. കാരണം ഒരു യൂണിവേഴ്സൽസ് ഉണ്ട്, ഈ ഒരു വസ്തുവിനൊരു ഫിക്സഡ് നാച്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു നാച്ചറിലേക്ക് ആ വസ്തുവിനെ ഒതുക്കൽ ദൈവത്തിന് നിർബന്ധമായി വന്നു എന്നുള്ള ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നം ഒരു പ്രശ്നമായി വരുന്നത് അതിനും ചില സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ ക്രുസൈഡ്സിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. അങ്ങനെ അരിസ്റ്റോട്ടലിയനിസം വെസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ മോഡേണിറ്റിയെ ഒരു സസ്പീഷനോട് കൂടിയിട്ട് നോക്കുന്നത് പോലെ അന്ന് ക്രിസ്ത്യാനിറ്റിയും ഈ ഒരു അരിസ്റ്റോട്ടലിയനിസത്തെ വളരെ ഡൗട്ട്ഫുൾ ആയിക്കൊണ്ടായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ ഈ അരിസ്റ്റോട്ടലിയനിസത്തിൻ്റെ ഒരു കടന്നുകയറ്റം ഈ ഒരു തിയോളജിക്കൽ ചർച്ചകളിലും മറ്റുമൊക്കെ കടന്നു വന്നപ്പോൾ ചർച്ച് തന്നെ ഔദ്യോഗികമായിട്ട് 1290-ലും 1297-ലും ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു അരിസ്റ്റോട്ടലിയനിസത്തെ എതിർത്തുകൊണ്ട് അതിനെ കണ്ടം ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് വില്യം ഓഫ് ഓക്കം ഈ ഒരു പ്രസ്താവന ഇറക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഓക്കംസ് റേസർ എന്ന് പറയും. അതായത് ഡു നോട്ട് അൺനെസസറിലി കോംപ്ലിക്കേറ്റ് തിങ്സ്, ആവശ്യമില്ലാതെ കാര്യങ്ങളെ സങ്കീർണമാക്കരുത്. ഇതിന് ലോ ഓഫ് പാർസിമണി എന്നും പറയും. അതായത് ദി സിംപ്ലസ്റ്റ് സൊല്യൂഷൻ ഈസ് ദി ബെറ്റർ സൊല്യൂഷൻ. ഏറ്റവും എളുപ്പമായിട്ട് നമുക്കൊരു കാര്യത്തിനൊരു പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ചെയ്യുകയാണ്, അതിനെ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി അതിനെ 20 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് അതിനൊരു റിസൾട്ട് കാണുന്നു. മറ്റൊരു വിദ്യാർത്ഥി 3 സ്റ്റെപ്പ് ഉപയോഗിച്ച് കാണുന്നു. എന്നാൽ ഈ 3 ഉപയോഗിച്ച് കണ്ട ആ വ്യക്തിക്കാണ് അവിടെ ഒരു ബെറ്റർ സൊല്യൂഷൻ മുന്നോട്ട് വെക്കാൻ സാധിച്ചത് എന്നുള്ള വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു വാദം. അങ്ങനെ ഇദ്ദേഹം ഈ നോമിനലിസം എന്ന മുമ്പ് ഫിലോസഫി പരിചയപ്പെടാത്ത, ഫിലോസഫിയിൽ ഒരു റാഡിക്കൽ ബ്രേക്ക് സംഭവിച്ചു എന്നാണ് ആ ഒരു നിമിഷത്തെ പലരും പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇദ്ദേഹം ഈ ഒരു നോമിനലിസത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് വളരെ വൈഡറായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് ഫിലോസഫി അല്ലെങ്കിൽ തിയോളജി കൈകാര്യം ചെയ്യുന്ന സ്കോളേഴ്സൊക്കെ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിലേക്ക് കൂടുതൽ ഞാൻ ഡീപ്പായിട്ട് ചെല്ലുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തിയോളജിക്കലായിട്ട് ഈ ഒരു യൂണിവേഴ്സൽസിന് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ദൈവം എന്നുള്ളത് ഗോഡ് ഈസ് നോ മാൻസ് ഡെപ്റ്റർ, ദൈവം ആർക്കും കടപ്പെട്ടവനല്ല. ഹീ ഈസ് നോട്ട് ബൗണ്ട് ബൈ എനി നാച്ചുറൽ ലോസ്, ഒരു നാച്ചുറൽ ലോസിനും കടപ്പെട്ടവനല്ല. ഒരു ഏർലിയർ പ്രോമിസസ്, മുൻകാല വാഗ്ദാനങ്ങൾ, അതിനെ ലംഘിക്കുന്നതിൽ ദൈവത്തിന് പ്രശ്നമില്ല. അതല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താകണം
നന്മ, എന്താകണം തിന്മ എന്നതിനെക്കുറിച്ചുള്ള ലോജിക്കൽ സ്റ്റാൻഡേർഡ്സിന് ദൈവം ബൗണ്ടല്ല എന്ന് തുടങ്ങി. ഇതൊക്കെ നമ്മളുടെ ഒരു ഇസ്ലാമിക് കോണ്ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ ഇതിന് വേറെ അതുകൂടി ഞാനൊരു ഡിസ്ക്ലെയിമറായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഈ മോഡേണിറ്റി എന്നുള്ളത് പൂർണ്ണമായും ഒരു വെസ്റ്റേൺ ക്രിസ്ത്യൻ ഫിനമിനനാണ്. സ്കോളേഴ്സൊക്കെ പറയുന്നുണ്ട് മോഡേണിറ്റി ഈസ് ബോൺ ഔട്ട് ഓഫ് എ ക്രിസ്ത്യൻ വൂം. ഒരു ക്രിസ്ത്യൻ ഉദരത്തിൽ നിന്നാണ് മോഡേണിറ്റി പിറന്നു വീണത്. അതുകൊണ്ട് തന്നെ മോഡേണിറ്റിയുടെ പല ആസ്പെക്റ്റുകളും അതിന് ഒരു ക്രിസ്ത്യൻ അസംഷൻസ് ഉണ്ട്. ചില വിഷയങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ കാഴ്ചപ്പാടുകൾ അതുപോലെ സ്വീകരിക്കുകയും മറ്റു ചില ആസ്പെക്റ്റുകൾ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ആൻറ്റി ക്രിസ്ത്യൻ അസംഷൻസും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇസ്ലാമിക വ്യൂ പോയിന്റിൽ നിന്ന് ഇതിനെ വീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ഇൻകൺസിസ്റ്റൻസീസ്, ചില കോൺട്രാഡിക്ഷൻസ് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇസ്ലാമിന് ഒന്നിരിക്കെ ആ വിഷയങ്ങളിലൊക്കെ നേരത്തെ ഒരു സ്റ്റാൻഡ് മോഡേണിറ്റിക്കെതിരായി അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെതിരായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. അതല്ലെങ്കിൽ മോഡേണിറ്റി റിയാക്റ്റ് ചെയ്ത ആ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ നിലനിന്നിരുന്ന ആ പ്രശ്നം ഇസ്ലാമിനില്ല ടു ബിഗിൻ വിത്ത്, അത് ഇസ്ലാമിനില്ല എന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഡിബേറ്റ്, ഈ ഒരു യൂണിവേഴ്സൽസിൻ്റെ നെഗേഷൻ, ഈ ഒരു നെഗേഷനിൽ നമുക്ക് മോഡേണിറ്റിയുടെ ഒറിജിൻ കണ്ടെത്താൻ പറ്റും. മോഡേണിറ്റിയുടെ പ്രോഗ്രഷനിൽ പിൽക്കാലത്ത് സംഭവിച്ച ലാൻഡ്മാർക്ക് ഇവൻറ്റ്സ്, നേരത്തെ സൂചിപ്പിച്ച പോലെ റിഫോർമേഷൻ, റിനേസൻസ് ഹ്യൂമനിസം, അതുപോലെ സയൻറ്റിഫിക് റെവല്യൂഷൻ, സയൻറ്റിഫിക് നാച്ചുറലിസം തുടങ്ങി മോഡേണിറ്റിയുടെ ഈ ഒരു പ്രോഗ്രഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ ഇവൻറ്റുകളും ഈ ഒരു പോയിന്റിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓരോന്ന് ആ ഒരു 3 മൂവ്മെൻറ്റ്സുകളെ മൈക്കൽ അലൻ ഗില്ലസ്പി എന്ന ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസറായ മൈക്കൽ അലൻ ഗില്ലസ്പി അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ ഒറിജിൻ ഓഫ് മോഡേണിറ്റി എന്ന പുസ്തകത്തിൽ ഈ ഒരു സംഭവങ്ങളെ അദ്ദേഹം വിസ്തരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ആദ്യമായിട്ട് ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സംഭവം പല സെൻസിലും ഒരു ക്രൈസിസ് ഓഫ് മീനിങ് ഉണ്ടാക്കി. കാരണം ഒന്നാമതായി നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നേരത്തെ സ്കോളാസ്റ്റിസിസം ദൈവത്തിൻ്റെ വില്ലിന് അത്ര പ്രാമുഖ്യം കൊടുത്തില്ല എന്നല്ല, ദൈവത്തിൻ്റെ റീസൺ ഇൻ്റലക്റ്റിനായിരുന്നു അപ്രമാദിത്വം കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഒരു അപ്രോച്ചായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ നോമിനലിസ്റ്റുകൾ ദൈവത്തിൻ്റെ വില്ലിനും ഒമ്നിപൊട്ടൻസിനും കുറച്ചുകൂടെ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രാമുഖ്യം കൊടുത്തു എന്ന് വരുമ്പോൾ ഒരു ബിലീവർ ജീവിതം മുഴുവൻ നന്മ ചെയ്ത് ജീവിച്ച ഒരാൾക്ക് ദൈവത്തിന് അദ്ദേഹത്തെ നരകത്തിൽ ഇടാമെന്ന് വരുമ്പോൾ എന്നൊരു വായന ഈ നോമിനലിസം അതിനൊരു സാധ്യത തുറന്നു കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്രൈസിസ് ഓഫ് മീനിങ് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിസരത്തിൽ നിന്നാണ് റിനേസൻസ് ഹ്യൂമനിസം ഉത്ഭവിക്കുന്നത്. ഹ്യൂമനിസം ഈ ഒരു ക്രൈസിസിനെ നേരിട്ട ഒരു അപ്രോച്ച് എന്നുള്ളത് ക്രിസ്ത്യൻ വ്യൂ പ്രകാരം മനുഷ്യൻ എന്നുള്ളത് മാൻ ആർ മെയ്ഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്, ഗോഡിൻ്റെ ഒരു ഇമേജിലാണ് മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോഡിൻ്റെ ഒമ്നിപൊട്ടൻസിലും വില്ലിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ഒരു വിൽ പവർ അവിടെ വരികയാണ്. അങ്ങനെയാണ് ഹ്യൂമനിസ്റ്റുകൾ ഒരു സെൽഫ് അസേഷൻ, സെൽഫ് അഫർമേഷൻ നടത്തുന്നത്. ഒന്നുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഒരു അനാലജി ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, ഈ സ്കോളാസ്റ്റിസം നേരത്തെ പറഞ്ഞ പോലെ അരിസ്റ്റോട്ടിലിയസത്തിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മന്ദിക്കിൽ പഠിച്ചതാണ് അൽ ഇൻസാനു ഹൈവാനു നാത്തിക്കുൻ, മനുഷ്യൻ സംസാരിക്കുന്ന ഒരു മൃഗമാണ്. ഇവിടെ നുത്തുക്കിന് നമ്മൾ ഇസ്ലാമിക് തിയോളജിയൻസ് തന്നെ അർത്ഥം കൊടുക്കുന്നത് കേവല സംസാരം മാത്രമല്ല, മനുഷ്യൻ്റെ യുക്തി കൂടിയാണ്. ഇംഗ്ലീഷിൽ അതിന് റേഷണൽ അനിമൽ എന്നാണ് പറയുക, യുക്തിയാണ് പറയുക, സ്പീക്കിംഗ് അനിമൽ എന്നല്ല. അപ്പോൾ
ഇവിടെ റേഷണൽ അനിമൽ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽസിനെ അംഗീകരിക്കുന്ന എന്ന് പറയുമ്പോൾ ഈ യൂണിവേഴ്സൽസിനെ നിരാകരിച്ചാൽ പല പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നു. അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. കാരണം നേരത്തെ സ്കോളാസ്റ്റിസത്തിൽ നിലനിന്നിരുന്ന അവരുടെ വ്യൂ പ്രകാരം ഈ നേച്ചർ മനുഷ്യനൊക്കെ ദൈവത്തിൻ്റെ യുക്തിയുടെ ഒരു പ്രൊജക്ഷനാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എന്നൊരു വീക്ഷണമുണ്ട്. നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിനെ നിയോ പ്ലാറ്റോണിസ്റ്റുകൾ, സെൻറ്റ് അഗസ്റ്റിനെ പോലെയുള്ള നിയോ പ്ലാറ്റോണിസ്റ്റുകൾ അതിന് വ്യാഖ്യാനം കൊടുത്തത് അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവം അള്ളാഹു ഒരു കാര്യത്തെ ആദ്യം മൈൻഡിൽ പ്രതിഷ്ഠിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിൻ്റെ ചിന്ത അതാണ് പിന്നെ നേച്ചറായിട്ടും മനുഷ്യനായിട്ടൊക്കെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു യുക്തി, റേഷണാലിറ്റി കൊണ്ട് നമുക്ക് ഈ നേച്ചർ ഓഫ് ദി യൂണിവേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, ദൈവത്തെ തന്നെ നമുക്ക് ഈ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള സിലോജിസ്റ്റിക് ലോജിക്ക് നമുക്കറിയാം. മന്ദിക്ക്, ഈ ഒരു മന്ദിക്കിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു നിരാസമായിരുന്നു ഈ ഒരു നോമിനിസത്തിലൂടെ സംഭവിച്ചത്. അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് റാഡിക്കൽ ഇൻഡിവിജ്വലിസമാണ്. നേരത്തെ അയ്യൂബ് ഉസ്താദ് സൂചിപ്പിച്ച അതിൻ്റെ ഒരു എക്സ്ട്രീം ഇൻഡിവിജ്വലിസം എന്നുള്ള അതൊരു ഐഡിയോളജി ആയിട്ടൊക്കെ ഒരുപാട് കാലം ശേഷമാണ് പിന്നെ അതൊരു ഐഡിയോളജി ആയിട്ട് വരുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഈ ഒരു കസാര, ദിസ് ചെയർ, ദാറ്റ് ചെയർ, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റാണ്. അവരെ യൂണിഫൈ ചെയ്യുന്ന ഒരു സത്ത ഇല്ല എന്ന് വരുമ്പോൾ അവിടെ നോളജ് തന്നെ സാധ്യമല്ല, അവിടെ സെർട്ടൈനിറ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഹ്യൂമനിസ്റ്റുകൾ കൊണ്ടുവന്നത് അവർ ഇൻഡിവിജ്വലിനെ അസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഒരു റേഷണൽ അനിമലാണെന്ന് വരുമ്പോൾ, അവൻ സ്പീക്കിംഗ് അനിമലാണെന്ന് വരുമ്പോൾ, സ്പീക്കിംഗ് ടു ഹൂം, ആരോട് സംസാരിക്കുന്നു? മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കുന്നു, കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ള, ഹ്യൂമാനിറ്റി എന്നുള്ള യൂണിവേഴ്സൽസിന് അതിനവിടെ പ്രസിഡൻസ് ലഭിക്കുന്നു. അതിനുശേഷമാണ് പെർട്ടിക്കുലറായിട്ടുള്ള സോക്രട്ടീസ് വരുന്നത് അല്ലെങ്കിൽ പ്ലേറ്റോ വരുന്നത്. അപ്പോൾ ഹ്യൂമനിസ്റ്റുകൾ ഇങ്ങനെ ഹ്യൂമാനിറ്റി എന്നുള്ള ഒന്നില്ല, പ്ലേറ്റോ മാത്രമേ ഉള്ളൂ, അരിസ്റ്റോട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സെൽഫ് അസേഷൻ നടത്തി. അതാണ് പിൽക്കാലത്ത് ഇൻഡിവിജ്വലിസമായിട്ട് പരിവർത്തിച്ചത് എന്ന് പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഇന്ന് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലൊക്കെ കാണുന്ന ബി യുവർ സെൽഫ്, നീയാകൂ, അതുപോലെ ഗ്രോ ടു യുവർ ഫുൾ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഗ്രോ യുവർ സെൽഫ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻഡിവിജ്വലിസത്തിൻ്റെ ഓരോ ഫാൻസി മോട്ടോകൾ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഹ്യൂമനിസം എന്ന് നമ്മൾ ഹിസ്റ്ററി ബുക്സുകളിലൊക്കെ പഠിക്കുന്ന അതിൻ്റെ സോഷ്യൽ കൾച്ചറലായിട്ടുള്ള വേറെ കുറേ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഗൈഡ് ചെയ്യുന്ന, അതിനെ മുന്നോട്ട് വെച്ച ആ ഒരു മൊമെൻറ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത് അതിനോടുള്ള ഒരു റെസ്പോൺസ്, ഈ ഒരു മീനിങ്ലെസ്നെസ്സിന് റെസ്പോൺസ് ആയിക്കൊണ്ട് രണ്ടാമതൊരു ശ്രമം നടന്നത് റിഫോർമേഷനാണ്. മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ നടന്ന റിഫോർമേഷൻ. ഈ റിഫോർമേഷൻ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ലൂതർ പറഞ്ഞ പോലെ എവറി ബിലീവർ ഈസ് എ പ്രീസ്റ്റ്ഹുഡ് ഫോർ ഓൾ ബിലീവേഴ്സ്. എല്ലാ വിശ്വാസികളും പ്രീസ്റ്റാണ്. വിശ്വാസം എന്നുള്ളത് ഒരു പ്രൈവറ്റ് ഇവൻ്റാണ്, അതൊരു സോഷ്യൽ ഇവൻ്റ് അല്ല. അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യമില്ല, ചർച്ചിൻ്റെ ആവശ്യമില്ല എന്ന വളരെ റാഡിക്കലി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ റിഫോർമേഷനിലൂടെ കടന്നു വന്നു. കൂടുതൽ വിശദമാക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. പിന്നെ മൂന്നാമതായിക്കൊണ്ട് ഈ ഒരു പ്രതിഭാസത്തിന് റെസ്പോൺസായി വന്നത് സയൻറ്റിഫിക് നാച്ചുറലിസമാണ്, സയൻറ്റിഫിക് റെവല്യൂഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇൻഡിവിജ്വലിസ്റ്റുകൾ മാത്രമാണ്, ഇൻഡിവിജ്വൽ എൻറ്റിറ്റികൾ മാത്രമാണ് നിലനിൽക്കുന്നു എന്ന് വരുമ്പോൾ പിന്നെ അവിടെ നോളജിന് പ്രസക്തിയില്ല.
പിന്നെ അവിടെ നോളേജിന് സെർട്ടൈനിറ്റി ലഭിക്കുന്നത് എംപീരിക്കൽ ഒബ്സർവേഷനിലൂടെ മാത്രമാണ്. അതല്ലാതെ സിലോജിസ്റ്റിക് ലോജിക്ക് വാസ് റീപ്ലേസ്ഡ് ബൈ ഹൈപ്പോത്തിസിസ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന മേജർ പ്രിമൈസ്, മൈനർ പ്രിമൈസ്, കൺക്ലൂഷൻ നമ്മൾ മന്തിക്കിൽ പഠിച്ച ആ ഒരു രീതി, ആ ഒരു റീസണിങ് അവിടെ നഷ്ടപ്പെട്ടു. എംപീരിക്കലായിട്ടുള്ള ഒബ്സർവേഷൻ മാത്രമാണ് വിജ്ഞാനത്തിൻ്റെ അടിത്തറ എന്നുള്ള ആ ഒരു സയൻറ്റിഫിക് എംപയറിസിസ്റ്റ് നാച്ചുറലിസം അവിടെ രൂപപ്പെടുകയുണ്ടായി. ഇതിനെ വേറെ അർത്ഥത്തിൽ നാം നോക്കിക്കാണുമ്പോൾ ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷണ പഠനങ്ങളൊക്കെ ഒരു വസ്തുവിൻ്റെ മേക്കപ്പ്, അതിൻ്റെ മെറ്റീരിയൽ കോസ്, അരിസ്റ്റോട്ടിൽ 4 കോസസുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. 1 മെറ്റീരിയൽ കോസ്, 2 എഫിഷ്യൻ്റ് കോസ്, 3 ഫോമൽ കോസ്, 4 ഫൈനൽ കോസ്. ഒന്നാമതായിട്ട് മെറ്റീരിയൽ കോസ്, അതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള അതിൻ്റെ സ്റ്റഫ്, എന്തുകൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത്. രണ്ടാമത് എഫിഷ്യൻ്റ് കോസ്, എന്തുകൊണ്ട് എന്നല്ല എങ്ങനെ എന്നുള്ളത്. എന്തുകൊണ്ട് എന്നുള്ളത് വൈ ക്വസ്റ്റ്യൻ ആണ്. അത് സയൻസ് പാടെ നിരാകരിച്ചു എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എങ്ങനെ ഒരു വസ്തു ചലിക്കുന്നു, അതിൻ്റെ പ്രവർത്തനം സാധ്യമാകും എന്നുള്ള ഹൗ ക്വസ്റ്റ്യൻ. ഈ ഒരു മെറ്റീരിയൽ കോസിനെയും എഫിഷ്യൻ്റ് കോസിനെയും മാത്രം സ്വീകരിക്കുകയും ഫോർമൽ കോസ് ഒരു വസ്തുവിന് എസൻസ് ഇല്ല എന്ന് വരുമ്പോൾ, ഫോർമൽ കോസ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ വാട്ട്നെസ്, അതില്ല എന്ന് വരുമ്പോൾ പിന്നെ ഫോർമൽ കോസിന് അവിടെ പ്രസക്തിയില്ല. അതുപോലെ ഫൈനൽ കോസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എന്തിനുണ്ടാക്കി, അതിൻ്റെ ഒരു പർപ്പസ് എന്ത് എന്നുള്ള ടിലോസ് എന്ന് ഫിലോസഫിയിൽ പരിചയപ്പെടുത്തുന്ന സംഭവം. ആ ഒരു ഫൈനൽ കോസ് മനുഷ്യൻ വളരെ നിസ്സാരനാണ്. ദൈവത്തിൻ്റെ ഈ വസ്തുക്കളിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള പർപ്പസ് മനുഷ്യയുക്തി കൊണ്ട് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന ആ ഒരു നോമിനലിസ്റ്റിക് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അവിടെ ടെലിയോളജിക്ക് പ്രസക്തിയില്ല. അങ്ങനെ വരുമ്പോൾ ആ ഫൈനൽ കോസിനെയും റിജക്റ്റ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ കോസ്, എഫിഷ്യൻ്റ് കോസിനെ മാത്രം പരിഗണനക്കെടുത്തുകൊണ്ടാണ് പിന്നീട് ശാസ്ത്രം വികസിച്ചത്, സയൻറ്റിഫിക് റെവല്യൂഷൻ ഉണ്ടായത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് പ്രതിഭാസങ്ങളൊക്കെ പിന്നീട് ഉണ്ടായത് എന്ന ഒരു തിസീസാണ് എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദി തിയോളജിക്കൽ ഒറിജിൻ ഓഫ് മോഡേണിറ്റി എന്ന നേരത്തെ പരിചയപ്പെടുത്തിയ ആ പുസ്തകത്തിന് റിവ്യൂ എഴുതിക്കൊണ്ട് മൈക്കൽ ലാക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വാട്ട് വി വിറ്റ്നസ് ഇൻ ദി വെസ്റ്റ് ഈസ് നോട്ട് so much the erasure or disappearance of God, but the transference of his attributes, essential powers and capacities to other entities or realms of being. നമ്മൾ ഇന്ന് വെസ്റ്റിൽ കാണുന്ന ഈ ഒരു പ്രതിഭാസം ദൈവത്തിൻ്റെ ഒരു ഇറേസർ അല്ല, ദൈവത്തിൻ്റെ ഒരു റിജക്ഷൻ അല്ല, മറിച്ച് ദൈവത്തിൽ ഉണ്ടായിരുന്ന, ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടിരുന്ന പല അട്രിബ്യൂട്ട്സുകളും, പല സവിശേഷ ഗുണങ്ങളും, പല കഴിവുകളും മറ്റു എൻറ്റിറ്റികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന ഈ ഒരു മൈക്കൽ ലാക്കിയുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റോബർട്ട് പി ജോർജ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അഫറൈത മനിത്തഖദ ഇലാഹു ഹവാഹു എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഹവയെ, സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം ഫീലിങ്ങിനെ ദൈവമായി കാണുക. അതാണ് ആത്യന്തികമായി ശരി എന്ന് പറയുന്ന ആളുകളെ പറ്റി ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഏജ് ഓഫ് ഫീലിങ്ങിൽ ഒരു മുസ്ലിമിൻ്റെ സ്റ്റാൻഡ് അങ്ങനെ ആവണമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും തന്നെയാണ് തെളിവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ മോഡേണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ക്രിട്ടിക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാൾ ചാൾസ് ടൈലറാണ്. അദ്ദേഹത്തിൻ്റെ മലൈസസ് ഓഫ് ദി മോഡേണിറ്റി എന്നൊരു വർക്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ,
എന്തുകൊണ്ട് മോഡേണിറ്റിയെ നമ്മൾ ചോദ്യം ചെയ്യണം? അത് ഒരുപാട് ഫൈനസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഗുണാത്മകമായ വശങ്ങളുണ്ട്. പക്ഷേ നിഷേധാത്മകമായ വശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ മോഡേണിറ്റിയെ ചോദ്യം ചെയ്യണമെന്നതിന് അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം ഇൻഡിവിജ്വലിസമാണ്. നേരത്തെ അയ്യൂബ് ഉസ്താദ് അത് കുറേ സംസാരിച്ചു. ഇൻഡിവിജ്വലിസം പ്രശ്നകരമാണ്. സാമൂഹികതയോട്, മനുഷ്യൻ്റെ സംസ്കാരത്തോട് യോജിക്കാത്ത രീതിയിൽ പോലും വ്യക്തിയെ മഹാത്മ്യവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു വാദം രൂപപ്പെട്ടു വരുന്നു എന്ന്. ഈ ഇൻഡിവിജ്വലിസത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ നടന്ന പഠനങ്ങളിൽ കാണുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു എന്നാണ്. കാരണം വിദ്യാർത്ഥികൾ അതിതീവ്രമായ ഇൻഡിവിജ്വലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സമൂഹത്തോട്, സുഹൃത്തുക്കളോട് അത് പറയാനോ പങ്കുവെക്കാനോ തയ്യാറാവാതെ അത് തീർച്ചയായും എൻ്റെ മാത്രം പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ മാത്രം പരിഹാരം കണ്ടെത്തേണ്ട വിഷയമാണ് എന്ന അതിതീവ്രമായ ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രശ്നങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം തേടുന്നു എന്ന് ചില പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഈ കൊറോണ വാക്സിനൊക്കെ വന്ന സമയത്ത് മതപരമായ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില വിശ്വാസികൾ വാക്സിൻ സ്വീകരിച്ചില്ല എന്നൊരു പ്രചാരണം വളരെ വ്യാപകമായി ഇവിടെ നടന്നു. അപ്പോൾ ആ വിശ്വാസികളുടെ സാമൂഹികതയെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ വാക്സിൻ സ്വീകരിക്കാത്തത് എന്ന് പറയുന്നത്, അതിൻ്റെ ശരിയും തെറ്റോടെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മതപരമായിട്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നത്? ഇൻഡിവിജ്വലിസത്തിൻ്റെ പ്രശ്നങ്ങളും അതിലില്ല. US ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ആൻറ്റി മാസ്ക് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് വി ആർ നോട്ട് ഫോർ മാസ്ക്, വി ആർ നോട്ട് ആൻറ്റി മാസ്ക്, ബട്ട് വി ആർ ഓൺലി ഫോർ അവർ ചോയ്സ് എന്നാണ്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. ഒരു ഗവൺമെൻറ്റും ഒരാളോടും നിർബന്ധിച്ചുകൊണ്ട് മാസ്ക് വെക്കാൻ പറയരുത്. കാരണം എൻ്റെ ബോഡി എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. വ്യക്തി കേന്ദ്രീകൃതവാദത്തിൻ്റെ അതിതീവ്രമായ ഒരു വിധാനത്തിൽ നിന്ന് വരുന്ന ഒരു വാദം. അമേരിക്കയിലൊക്കെ ഈ കൊറോണ വളരെ രൂക്ഷമായ സമയത്ത് പോലും ആൻറ്റി മാസ്ക് പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ആളുകളോട് മാസ്ക് വെക്കണമെന്ന് നിർബന്ധിച്ച് പറയുക? അത് ഇൻഡിവിജ്വലിസം മുന്നോട്ട് വെക്കുന്ന വാല്യൂസിനെതിരായിരുന്നു എന്നതായിരുന്നു അവരുടെ കാരണം. അപ്പോൾ മതത്തിൻ്റെ വിശ്വാസത്തെ, മതത്തിൻ്റെ സാമൂഹികതയെ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നവർ, നിങ്ങൾ മുന്നോട്ട് വെച്ച ഇൻഡിവിജ്വലിസത്തിനും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ കടന്ന ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ചാൾസ് ടൈലർ പറയുന്ന ഒരു കാര്യം ഇൻസ്ട്രുമെൻ്റൽ റീസൺ ആണ്. മനുഷ്യൻ സാമൂഹികമായും സാംസ്കാരികമായും ഒരു ഉപകരണ യുക്തിയോടുകൂടെ ആലോചിക്കാൻ ശ്രമിക്കുമെന്നാണ്. അതായത് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കണമോ അല്ലെങ്കിൽ അയാളെ നമ്മൾ സഹായിക്കണമോ എന്നതിന് അയാളുടെ എഫിഷ്യൻസി ആവണം മാനദണ്ഡം. അപ്പോൾ സ്വാഭാവികമായും അംഗവൈകല്യമുള്ള ആളുകൾ കൊല്ലപ്പെടുന്നതിന് പ്രശ്നമില്ല. വൃദ്ധരെ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. നമ്മളൊരു യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ കൂടി പൊട്ടൻഷ്യലായ, കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാവണം സ്റ്റേറ്റ് പോളിസികൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് ഇൻസ്ട്രുമെൻ്റൽ റീസണിൻ്റെ ഒരു തുടർച്ചയിൽ വന്ന വലിയൊരു പ്രശ്നമെന്ന് ചാൾസ് ടൈലർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ള ചില സൈഡുകളുണ്ട്. ഇൻഡിവിജ്വലിസം പിന്നീട് എങ്ങനെയാണ് ഗവൺമെൻറ്റുകളെ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ ചാൾസ് ടൈലർ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം ആളുകൾ വ്യക്തിയിലേക്ക് ചുരുങ്ങി, സമൂഹം വ്യക്തി എന്ന ഒരു അനാവശ്യമായ ബൈനറി സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹികമായ സർവ്വതിൽ നിന്നും മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട്, മനുഷ്യൻ്റെ സാമൂഹികമായ എല്ലാ ഇടപെടലുകളെയും റദ്ദാക്കിക്കൊണ്ട് മനുഷ്യൻ സ്വന്തത്തിലേക്ക് ചുരുങ്ങലാണ് ആധുനികതയുടെ യുക്തി അല്ലെങ്കിൽ ആധുനികതയുടെ മൂല്യം എന്ന് പറയുന്ന ആളുകൾ. സ്വാഭാവികമായും മനുഷ്യൻ സ്വന്തം വീട്ടിലിരിക്കാനും അല്ലെങ്കിൽ സ്വന്തം ഇടങ്ങളിൽ ഒതുങ്ങിക്കൂടാനും സ്റ്റേറ്റ് ഒരു ഏജൻസി എന്ന നിലക്ക് മാത്രം തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കുന്ന തരത്തിലേക്ക് വരണമെന്നും പറയുമ്പോൾ സ്വാഭാവികമായും തീർത്തും ശാന്തവും ജനാധിപത്യപരവുമായ നിങ്ങളുടെ രാഷ്ട്രം നിങ്ങളറിയാതെ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക്, സോഫ്റ്റ് ഡിസ്പോട്ടിസം എന്നാണ് അദ്ദേഹം പറയുന്നത്, വളരെ മൃദുവായ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് പണ്ടത്തെ ഹിറ്റ്ലറൊക്കെ മുന്നോട്ട് വെച്ച ഒരു രീതിയും സ്വഭാവവും ഒന്നും ഉണ്ടാവില്ല. വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ഡെമോക്രാറ്റിക് ആയിരിക്കും, വളരെ ശാന്തമായിരിക്കും. പക്ഷേ ആത്യന്തികമായി അതൊരു സ്വേച്ഛാധിപത്യം മുന്നോട്ട് വെക്കും. നിങ്ങളത് പുതിയ കാലത്ത് കേരളീയ പരിസരത്ത് നിന്നുകൊണ്ട് ആലോചിച്ചാൽ കുറേ കൂടി വ്യക്തത കിട്ടും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഞങ്ങൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് തരാൻ ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഒരു കർത്തൃത്വം എന്താവണമെന്നും മനുഷ്യൻ സാമൂഹികമായ ഇടപെടലിൻ്റെ ഒരു ലിമിറ്റ് എന്താണ് എന്നുമൊക്കെ അതിനോട് ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കണ്ടെത്താനും പറയാനും പറ്റുമെന്നാണ്. അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം,
ഈ മോഡേണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി, അല്ലെങ്കിൽ നമ്മൾ മോഡേണിറ്റിയുടെ ഒരു സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിസോർഡറിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സമീപനമാണ്. അത് മോഡേണിറ്റിയിൽ നമ്മൾ കണ്ടതാണ്, പോസ്റ്റ് മോഡേണിസത്തിലും നമ്മൾ കണ്ടത് തന്നെയാണ്. ജെറമി ഹോത്തോണൊക്കെ അതിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നിടത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മോഡേണിസത്തിലും ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആലോചനയുണ്ട്. കൃത്യമായ വ്യവസ്ഥകൾ ശരിയല്ല, കൃത്യമായ ക്രമങ്ങൾ ശരിയല്ല, ക്രമങ്ങളും വ്യവസ്ഥകളും ഇല്ലാത്ത ഒരു വിധാനത്തിലേക്ക് ലോകം മാറണം. അത് കൃത്യമായി വ്യവസ്ഥാപിതമായി നടക്കുന്ന മതങ്ങളെ ചോദ്യം ചെയ്യും, സ്റ്റേറ്റ് സിസ്റ്റങ്ങളെ ചോദ്യം ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ മോഡേണിസത്തിൽ അതൊരു ഒരുതരം ലാമെൻറ്റിങ് ആയിരുന്നുവെങ്കിൽ, അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, മോഡേണിസം ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷനെ ലാമെൻറ്റ് ചെയ്തിട്ടാണ് സ്വീകരിച്ചത് എങ്കിൽ പോസ്റ്റ് മോഡേണിസം അത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ജെറമി ഹോത്തോണൊക്കെ പറയുന്നത്. കാരണം അത് ഇപ്പോൾ ടി.എസ്. എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റൊക്കെ ഒരു പക്ഷേ ഡിഗ്രി ലിറ്ററേച്ചറൊക്കെ എടുത്ത കുട്ടികൾ വായിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ആധുനികരാകുമ്പോഴും പൈതൃകത്തിന് നമ്മുടെ ട്രഡീഷനൊക്കെ പ്രസക്തിയുണ്ട് എന്ന് ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്. ടി.എസ്. എലിയറ്റ് ഒരു മോഡേൺ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം ഒരുതരം ഒരു നൊസ്റ്റാളജിയോടുകൂടെയാണ് മോഡേണിറ്റിയെ സമീപിക്കുന്നത് എങ്കിൽ പോസ്റ്റ് മോഡേണിസം തീർത്തും അത്തരം നൊസ്റ്റാളജികളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഫ്രാഗ്മെൻറ്റേഷനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാണ്. മതവും വ്യവസ്ഥയും ഒന്നും വേണ്ട, മതവും വ്യവസ്ഥയും ഒന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക്, മതങ്ങളില്ലാതെ തന്നെ മനുഷ്യന് ധാർമ്മികത കണ്ടെത്താൻ പറ്റും, മതങ്ങളില്ലാതെ തന്നെ മനുഷ്യന് വ്യവസ്ഥാപിതമായി ജീവിക്കാൻ പറ്റും എന്ന ഒരു വിധാനത്തിലേക്ക് ആ വാദം എത്തിച്ചേരുകയാണ്. കുറച്ച് മുമ്പ് ഹംസ സാഹിബ് മുന്നോട്ട് വെച്ച, അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഹംസ സാഹിബ് ഒരു സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മനുഷ്യന് വ്യവസ്ഥാപിതമായി ജീവിക്കണമെങ്കിൽ മനുഷ്യന് മതം ആവശ്യമാണ്, മനുഷ്യന് സംസ്കാരം ആവശ്യമാണ്, എങ്കിലേ വ്യവസ്ഥാപിതമായൊരു ജീവിതം മുന്നോട്ട് വെക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മതത്തിൻ്റെ ഒരു ആവശ്യകതയൊക്കെ സംസാരിച്ച് അവിടെ പോയി ഇരുന്നപ്പോൾ ഇൻട്രാക്ഷൻ്റെ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നത്, എന്തിനാണ് മനുഷ്യന് വ്യവസ്ഥ? മനുഷ്യന് വ്യവസ്ഥയില്ലാതെ തന്നെ ജീവിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പോത്ത് കോഴിയൊന്നും വ്യവസ്ഥ ഉണ്ടായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. വ്യവസ്ഥ ഇല്ലാതെ തന്നെ മനുഷ്യ ജീവിതം സാധ്യമല്ലേ എന്ന് ഇൻട്രാക്ഷൻ്റെ സമയത്ത് ചോദിക്കുമ്പോൾ ഹംസ സാഹിബ് പറയുന്നത്, ഇൻട്രാക്ഷൻ്റെ സമയത്ത് അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി സ്റ്റേജിൻ്റെ അടുത്ത് വരെ വന്ന് അദ്ദേഹം തിരിച്ചുപോയി അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചതായിട്ട് തോന്നി. അദ്ദേഹം വീണ്ടും എഴുന്നേറ്റും ചോദിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. വ്യവസ്ഥകളില്ലാതെ തന്നെ മനുഷ്യന് ജീവിതം സാധ്യമാവില്ലേ? ഇവിടുത്തെ പോത്തും കോഴിയൊന്നും വ്യവസ്ഥ ഉണ്ടായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. സാഹിബ് പറഞ്ഞു, ഇൻട്രാക്ഷൻ്റെ സമയത്ത് മറുപടി കിട്ടിയിട്ടുമല്ലല്ലോ പോത്തും കോഴികളൊന്നും ജീവിക്കുന്നത്, അങ്ങനെയും ജീവിക്കാം എന്ന് അദ്ദേഹം പറയാണ്. ഇൻട്രാക്ഷൻ്റെ അവസരമാണ്. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന പ്രത്യാശയോടുകൂടെ വാഹിർ ദഅ്വാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായി നമ്മോട് സംസാരിക്കുന്നത് ജൗഹർ കാവന്നൂരാണ്. ഈ രംഗത്ത് സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജൗഹർ കാവന്നൂർ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിരിയാണിൻ്റെ ഹാങ് ഓവറിലായിരിക്കും. ഭയങ്കര സീരിയസ് ആയ കുറേ വിഷയങ്ങളാണ് രാവിലെ കിട്ടിയത്. പിന്നെ ഏതായാലും ആമുഖമായിട്ട് ഇങ്ങനൊരു വിഷയം, ഇപ്പം മോഡേണിറ്റിയെ ഒരു വിഷയമാക്കിയിട്ട് കേരളത്തിൽ ഒരുപക്ഷെ നടക്കുന്ന ആദ്യത്തെ മുസ്ലിം സർക്കിളിൽ തന്നെയല്ല, ഇവിടുത്തെ ഒരു പാരമ്പര്യവാദികളുടെ സർക്കിളിൽ മോഡേണിറ്റിയെ ഒരു വിഷയമാക്കിയിട്ട് നടത്തുന്ന ആദ്യത്തെ സംഗമമായിരിക്കും മിക്കവാറും ഇത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ്. നമ്മൾ പിന്നെ ശത്രുവിനെയൊക്കെ നമ്മളങ്ങ് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും സംഘപരിവാർ ശത്രു എന്നത് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു ദിക്കറാണ്. അതങ്ങനെ പോകും. ഒരു 1000 തവണയൊക്കെ സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറൊരുപാട്. പിന്നെ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് എന്നതിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും മറ്റു മതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഇവിടെയുള്ള പിന്നെ ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ
വിശ്വാസ സംഹിതകളുമായി നമ്മളെങ്ങനെ വേറിട്ട് നിൽക്കുന്നു, അതുമായുള്ള സംവാദങ്ങൾ, കാര്യങ്ങൾ. എന്നാൽ കാലഘട്ടം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഈ അടുത്ത്. അതാണിപ്പോൾ ഇവരൊക്കെ പറയാൻ ശ്രമിച്ചത്. പിന്നെ മറ്റു മതങ്ങളുമായിട്ട് സംവാദം നടക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഹക്കീം മുറാദിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കാലത്ത് നമ്മുടെ ചുറ്റുമുള്ളത് അഹ്ലു കിതാബായിരുന്നു, ഇന്ന് നമ്മളെ ചുറ്റുമുള്ളവർ ഒരു കിതാബും ഇല്ലാത്തവരാണ്. അദ്ദേഹം UK മുസ്ലിങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു കിതാബ് ഉണ്ടായിരുന്നു, ബൈബിളോ എന്തോ ആയിട്ട് ഒരു കിതാബ് ഉണ്ടായിരുന്നു. ഇന്നിപ്പം കിതാബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിതാബുണ്ട്, എന്താണ് ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്, UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെമിനിസ്റ്റ് ഫിലോസഫർമാരുടെ പ്രഭാഷണങ്ങളാണ്, അല്ലെങ്കിൽ LGBT ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം. ഇതെല്ലാം ചേർന്ന പിന്നെ ശാസ്ത്രീയം എന്നൊക്കെ പറയുന്ന കുറേ ടെർമിനോളജികൾ. ശാസ്ത്രീയമാണോ ആ കാര്യം, ശാസ്ത്രീയമായി നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ, മരണത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ ശാസ്ത്രീയമായിട്ട്, അതിനൊക്കെ പ്രത്യേകിച്ച് പ്രയോജനമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേറൊരു മതം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ട് ആ മതത്തെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ പ്രോഗ്രസീവിസം എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഡിഫൈൻ ചെയ്യും. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് യഥാർത്ഥത്തിൽ മോഡേണിറ്റി എന്നതിനെ. അപ്പോൾ ഇവിടെ ഒരു 20 വർഷം മുമ്പ് വരെ ഹിന്ദുമതത്തിൽ എക്സ്പേർട്ടായവരുണ്ടായിരുന്നു, കമ്മ്യൂണിസത്തിൽ എക്സ്പേർട്ടായ കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസം മേ ബി കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് കുറച്ചും കൂടി വളരെ പോപ്പുലറായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല ഗ്ലോബലി തന്നെ ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ അതിന് ക്യാപിറ്റലിസം ഒരു വശത്തും മറ്റതും മറുവശത്തും എന്നതുകൊണ്ട് അത് ചർച്ചകളിൽ വ്യാപകമായി വന്നിരുന്നു. എന്നാൽ ഒരു ശത്രുവിനെ വധിച്ചിട്ടുള്ള ഒരു ചർച്ച എന്നതിൽ, അല്ലെങ്കിൽ ഒരു ശത്രു എന്നതിലല്ല, ഒരു മറുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു സാധനം നമ്മൾ മെക്കിട്ട് കയറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. ആ ഡെഫിനിഷൻ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ റിലീജിയൻ ആൻഡ് മോഡേണിറ്റി എന്ന ഈ ഡിസ്കഷനിലൂടെ ഇവിടെ നടന്നത്. ഇത് ചെറിയൊരു ഡിസ്കഷനായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. കുറേ ആളുകൾക്കൊന്നും ചിലപ്പോൾ സ്വയിലൊന്നും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ എനിക്കെന്നെ ഫുൾ മനസ്സിലായിട്ടില്ല ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, ഇതിനിവിടെ നടക്കുന്ന ഒരുപാട് മറ്റു വിഷയങ്ങളെപ്പോലെ ഒരു വിഷയമാക്കി എടുക്കരുത്. കേരളത്തിൽ വളരെ അനിവാര്യമായി ഡെവലപ്മെൻറ്റ് ആവശ്യമായ ഒരു മേഖലയാണ് മോഡേണിറ്റിയുടെ തിയോളജിക്കൽ ഒറിജിൻസിനെ കുറിച്ചാണ് ഇവിടെ പിന്നെ സുഹൈൽ വാഫി സംസാരിച്ചത്. അതിൻ്റെ പൊളിറ്റിക്കൽ അതുപോലെയൊക്കെയുള്ള പിന്നെ നാഷണൽ സ്റ്റേറ്റ്സ് അങ്ങനെ തുടങ്ങിയ എക്കോണമിയുമായി ബന്ധപ്പെട്ട വേറെ കുറേ വിഷയങ്ങളാണ് ഇവിടെ അയ്യൂബ് വാഫി ഉസ്താദ് സംസാരിച്ചത്. അതുപോലെ തന്നെ കുറച്ചും കൂടിയും അത് നമ്മുടെ പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലോക്കൽ എൻഗേജ്മെൻറ്റ്സും കൂടിയായിട്ട് ഉൾക്കൊണ്ട ഒരു കാര്യമാണ് ഇവിടെ അജ്നാസ് വാഫി സംസാരിച്ചത്. സത്യത്തിൽ ഈ സംസാരങ്ങളൊക്കെയും ഇതിൻ്റെ അകത്ത് നിന്ന് ഇനി കുറേ സാധനങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണത്തിന് പറയാം, സ്ത്രീവാദങ്ങൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഏതൊരു വിഷയത്തെയും ഇവിടെ അനലൈസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പാട്രിയാർക്കി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പാട്രിയാർക്കി ഉണ്ടോ? പാട്രിയാർക്കി എന്നാൽ പുരുഷ മേൽക്കോയ്മ. ഇപ്പം നിക്കാഹിൽ പുരുഷൻ കൈ കൊടുക്കുമ്പോൾ, അതായത് പുരുഷനാണല്ലോ ഇതാക്കുന്നത്, ഇങ്ങനെ വാപ്പയാണ് മോൾക്ക് നിക്കാഹ്, അതൊരു പുരുഷ മേൽക്കോയ്മയല്ലേ, ഒരു ആണധികാരത്തിൻ്റെ ഒരു സാധനമല്ലേ എന്നൊക്കെ ചോദ്യം വരും. നമ്മൾ വെറും വെസ്റ്റേൺ ലോജിക്കിനെ എടുത്തിട്ട്, ഇപ്പോൾ വെസ്റ്റേൺ ലോജിക്ക് എന്തുകൊണ്ട് ശരിയാണെന്നുള്ള, അല്ലെങ്കിൽ മോഡേണിറ്റി എന്തുകൊണ്ട് ശരിയാണെന്നത് അത് സ്വയമേ ശരിയാണെന്ന് ഇവിടെ അതിൻ്റെ ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനി ഫിലോസഫിക്കലായിട്ട് ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണത്. അതായത് ഇപ്പോൾ ഈ പുരുഷ മേൽക്കോയ്മ, ആണധികാരം എന്നൊരു സാധനത്തെ ഭയങ്കരമായ ഒരു പ്രശ്നവൽക്കരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളും അതിനെ അങ്ങോട്ട് ആദ്യം സ്വാംശീകരിക്കുകയാണ്. അല്ല, ഞങ്ങളത്ര സ്ത്രീവിരുദ്ധരൊന്നുമല്ല, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ആണധികാരമൊന്നുമില്ല. സത്യത്തിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും പറയുന്നത്, നമ്മൾ ഇവരുടെ ലോജിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ഒരു മേഖലയാണ്, ഒരു സദസ്സാണ് ഈ ആണധികാരം എന്ന്. ആണധികാരം എന്ന് പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ചില ഡെഫിനിഷൻസ് പ്രകാരം സ്വാഭാവികമായും ആണധികാരം വളരെ മോശമായ കാര്യമാണ്. കാരണം അധികാരം ഉപയോഗിച്ച് ചൂഷണം ചെയ്യുക പോലുള്ള കാര്യങ്ങൾ. എന്നാൽ ഉത്തരവാദിത്തം എന്നൊരു സാധനമുണ്ട്, അത് ഖവാമൂലൻ നിസ എന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് അറിയുന്ന മേഖല. ഈ ഉത്തരവാദിത്തം വരുന്നതിനെ എങ്ങനെയാണ് ഇവരുടെ ലോജിക്ക് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അത് സൈക്കോളജി വെച്ചിട്ട് ബേസിക്കായിട്ട് ചിന്തിക്കുന്ന സമയത്ത് തന്നെ സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്നത്
അവരെക്കാൾ പവർഫുള്ളായ, അവർക്ക് ചാരി നിൽക്കാൻ കഴിവുള്ള, ചാരി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന, അതായത് ഒരു പുരുഷനെയാണ്. ഉദാഹരണത്തിന് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു പുരുഷനെയാണ്. ഇത് സൈക്കോളജിക്കലി അങ്ങനെയാണ്. അപ്പം അധികാരമുള്ള, തന്നെക്കാൾ പവർഫുള്ളായ ഒരു ആണിനെ വേണമെന്ന് പെണ്ണ് ചിന്തിക്കുമ്പം പെണ്ണ് തന്നെ പാട്രിയാർക്കലാണോ? ആ ലോജിക്കിനാണ്, ഫീമെയിൽ സൈക്കോളജിക്ക് തന്നെ ആ ലോജിക്കിനോടാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഹ്യൂമൻ സൈക്കോളജിയെ ഇതാക്കണം. മാനവ ചരിത്രത്തിൻ്റെ ഇന്ന് വരെ രൂപപ്പെട്ട് വന്ന, ഞാനൊരു ഉദാഹരണത്തിനാണ് പാട്രിയാർക്കിയെ എടുത്തിരുന്നത്, ഇവിടെ ലോജിക്കിനതൊക്കെ. മാനവ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് ഗ്രാമങ്ങളും ഒരുപാട് നാടുകളും കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കേരളത്തിൽ ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല തമിഴ്നാട്ടിൽ, അതല്ല അറബ് നാട്ടിൽ. നിർമ്മാണ രീതിയും മറ്റു രീതികൾ, കുടുംബത്തിലെ രീതി, വിവാഹം, പലതിനും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ആണധികാരം എന്ന സാധനത്തിന് ലോകത്തൊരിടത്തും വ്യത്യാസമില്ല. ആണുങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പല സാമ്പത്തിക ഉത്തരവാദിത്തം പോലുള്ള കാര്യങ്ങൾ മാനവ ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ആ മേജർ ഉത്തരവാദിത്തം ആണാണ് ഏറ്റെടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ ബയോളജിക്കലി തന്നെ എങ്ങനെയാണ്, അതായത് ആ റിജാലു ഖവാമുൻ നിസ എന്നത് ബയോളജിക്കലി ഉണ്ട് എന്നല്ലാതെ അത് ഫീമെയിൽ സൈക്കോളജിയിലും ഉണ്ട് എന്നതാണ് സൈക്കോളജി പഠനങ്ങൾ ഇതാക്കുന്നത്. എന്നാൽ ഇതൊരു പ്രശ്നമാണ്. ഇത് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ പാട്രിയാർക്കി ഉണ്ടായിരുന്നു. ഈ പാട്രിയാർക്കി എന്നൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ മിഞ്ഞാന്ന് ആർക്കോ 2-3 ആൾക്കും മനസ്സിലായി. പെട്ടെന്ന് അതിനങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മതങ്ങളൊക്കെ പാട്രിയാർക്കിയലാണ്. മതങ്ങൾക്കൊക്കെയും അതിൻ്റെ അകത്തുള്ള പാട്രിയാർക്കിയൽ എലമെൻ്റ് എടുത്ത് കളയണം. ഇതാണിപ്പം ഒരു പുരോഗമനവാദികളുടെ ക്യാമ്പയിൻ്റെ ഒരു വിഷയം. ഇതിനെ തന്നെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് ശരിക്ക് മതത്തിനെതിരെ മാത്രമല്ല, ഹ്യൂമൻ ബയോളജിക്കെതിരെയാണ്, ഫീമെയിൽ സൈക്കോളജിക്ക് പോലും എതിരെയാണ്. ഫീമെയിൽ സൈക്കോളജിക്ക് പോലും എതിരെയാണ് എന്നത് സ്ത്രീകളാരും എന്നോട് ചൂടാവണ്ട. ഇത് സൈക്കോളജിക്കലി ഉള്ള ഒരുപാട് പേപ്പറുകളുടെ ബേസിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ. വുമൺ പ്രിഫർ പവർ, അവരെക്കാൾ പവർഫുള്ളായ ആണുങ്ങളെയാണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ അവരെക്കാൾ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന, പിന്നെ ഓവർ വിനയം കാണിക്കുന്ന, എന്താ പറയുക, അവരുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ആണുങ്ങളെ അല്ല എന്ന് സൈക്കോളജിക്കൽ സ്റ്റഡീസ്, അക്കാദമിക് റിസർച്ച് പേപ്പേഴ്സിൻ്റെ പ്രൂഫുണ്ട്. അപ്പം വേണമെങ്കിൽ ഞാൻ പ്രൂഫ് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ലോജിക്ക് തന്നെ എന്തിനെതിരെയാണ്? ഇതിന്. അപ്പം മതങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് നല്ലത്? മതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ബയോളജിയെയും ഈ ഹ്യൂമൻ സൈക്കോളജിയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിൻ്റെ സാമൂഹിക സംവിധാനങ്ങൾ മുഴുവനും സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മൾ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടുതൽ ഉറപ്പിക്കില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പം ഒന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ഡീപ്പറായിട്ടുള്ള ഒരു തോട്ട് നമ്മളെ ഉള്ളിൽ വേണം. എങ്ങനെയാണ് ഇത് രൂപപ്പെട്ട് വന്നത് എന്ന ഇതിൻ്റെ ഒറിജിനെ കുറിച്ചുള്ള ഒരു ബോധമാണ്. രണ്ടാമതായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇവരുടെ LGBT ആർഗ്യുമെൻറ്റ്സ്, ഇവരുടെ സയൻറ്റിസം, ഇതിനൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ എളുപ്പത്തിൽ കൗണ്ടർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ്. പാട്രിയാർക്കിൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഇതുപോലെയുള്ള കുറേ ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നെ 16-ാം നൂറ്റാണ്ടിലെ ചരിത്രവും അതിൻ്റെ പൂർണ്ണമായ ഈ റിനേസൻസിൻ്റെ ഫിലോസഫർമാരുടെ പേരും മൊത്തമൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പഠിച്ചാലേ ഈ മേഖലയിലേക്ക് ഇടപെടാൻ പറ്റുമെന്ന് അങ്ങനെ ബ്ലൈൻഡായി വിശ്വസിക്കുന്ന ആവശ്യമൊന്നും. ഇവർ മുന്നോട്ട് വെക്കുന്ന ഇങ്ങനത്തെ കുറേ ലോജിക്കുകൾ, ഇതിനെ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സിമ്പിൾ ലോജിക്ക് വെച്ച് കൗണ്ടർ ചെയ്യുന്ന ഈ മെത്തേഡ് ഈ പ്രോഗ്രാം ഇന്ന് അവസാനിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വാഫി സംവിധാനങ്ങൾക്കകത്ത് ഈ മോഡേണിറ്റിയെ സംബന്ധിച്ചുള്ള ഗഹനമായ പഠനങ്ങൾ രൂപപ്പെട്ടു വരികയും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാരമ്പര്യ സമൂഹങ്ങൾക്കും, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും, ഇവിടുത്തെ പാരമ്പര്യ ഹിന്ദുക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് മോഡേണിറ്റിയുടെ അമിതമായ കടന്നുവരവ് അവരുടെയൊക്കെയും പ്രാദേശിക മൂല്യങ്ങളെയും ജീവിത രീതികളെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഫിലോസഫിക്കൽ ബേസിനെ രൂപപ്പെടുത്തുന്ന വളരെ വലിയൊരു സ്റ്റെപ്പാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ നമ്മളതിനെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുമ്പം ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു, സിമ്പിൾ സ്റ്റെപ്പ്. ഇവരുടെ ഓരോ ആർഗ്യുമെൻറ്റിനും ഇങ്ങനത്തെ ഓരോ സിമ്പിൾ മറുപടികൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റൈറ്റ് സൊല്യൂഷനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ പിന്നെ ഇത് സംബന്ധിച്ചുള്ള ഓരോ വാഫി കോളേജുകളിലും ആണെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ചെയ്തുകൊണ്ട് അത് ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ സ്ത്രീവാദങ്ങൾ ഒരു ദിവസം, LGBT ഒരു ദിവസം, അല്ലെങ്കിൽ ലിബറൽസുമായി ബന്ധപ്പെട്ട ഇൻഡിവിജ്വലിസത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു ദിവസം, അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഈ വിഷയങ്ങളുമാണെങ്കിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ എടുത്തു.